താങ്ക് യു ഡോക്ടർ അജിനി. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1883 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രീമാൻ വയലാർ രാമവർമ്മ അനുസ്മരണമാണ്. മഹാനായ വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികം IFPH ഒരു വയലാർ അനുസ്മരണ പ്രഭാഷണത്തിലൂടെ നടത്തുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് കുമാരി ആര്യെ ക്ഷണിക്കുന്നു. സർ കേൾക്കാമോ? കേൾക്കാം. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടി ഞാൻ ശാന്തിയറിയണമേ, ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മ ബന്ധുവാകേണമേ, ജാതിഭേദങ്ങളിന്ന ശാപമോ ദൂരെ മറയേണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. നന്ദി. ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ശ്രീ ഷാലു രാജനെ ക്ഷണിക്കുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് ലവേഴ്സ്. ഇന്ന് നമ്മുടെ IFPHന്റെ 1883 വെബിനാർ, മലയാള വെബിനാറിൽ വയലാർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയുടെ ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ കൂടി വന്നിട്ടുള്ളത്. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് എത്രയും ആദരണീയനായിട്ടുള്ള ശ്രീ ബിജു പെരുമ്പുഴ സാറാണ്. അദ്ദേഹം ഒരു കവിയും ജീവചരിത്രകാരനും സാംസ്കാരിക നായകനുമായിരുന്ന പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ സാറിന്റെ മകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ഗായകനും സാംസ്കാരിക പ്രവർത്തകനും കൂടിയാണ്. യുവകലാ സാഹിതി എന്ന സാംസ്കാരിക സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ G. ദേവരാജൻ ശക്തിഗാഥ എന്ന സംഘടനയുടെ ഭരണസമിതി അംഗം കൂടിയാണ്. അതുപോലെ സറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന വാക്സിൻ കമ്പനിയുടെ കേരള ഗ്രൂപ്പ് സെയിൽസ് ഹെഡായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശ്രീ ബിജു സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിൽ അനുസ്മരണ പ്രഭാഷണത്തിനായി വന്നിട്ടുള്ളത് നമുക്ക് എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീ ശ്രീകുമാർ സാറാണ്. നമ്മുടെ മിക്ക പ്രോഗ്രാമുകളിലും ഇവിടെ വരികയും മികച്ച പ്രഭാഷണങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. തിരുവനന്തപുരം ആകാശവാണിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശ്രീ ശ്രീകുമാർ സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് നന്ദി പ്രകാശനം നടത്തുന്ന ഡോക്ടർ ഷൈല മാഡം, അതുപോലെ തന്നെ ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്ന ശ്രീ മനോജ് ഡോക്ടർ, അതുപോലെ തന്നെ IFPHന്റെ ഭാരവാഹികൾ, അതുപോലെ ഇവിടെ കടന്നു വന്നിട്ടുള്ള ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ്, ലവേഴ്സ്, എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയത്തിനായിട്ട് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി ശ്രീ ഷാലു രാജൻ. ഒരു കവിയുടെ ചരമവാർഷികം 50 വർഷങ്ങൾക്ക് ശേഷവും ഇത്രയും വ്യാപകമായിട്ട് ആചരിക്കണമെങ്കിൽ ആ കവി ഒരു സമൂഹത്തിലുണ്ടാക്കിയ ചലനങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിനായിട്ട് ശ്രീ ബിജു പെരുമ്പുഴ അവരെ ക്ഷണിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ സാർ? കേൾക്കാം. ഓക്കെ. സോ പ്രിയപ്പെട്ട ശ്രീകുമാർ മുഖത്തല സാർ, ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ ഷാലു രാജൻ, ഇപ്പോൾ കൃതജ്ഞത പറയുന്ന ഡോക്ടർ P. ഷൈല, ഇത് മോഡറേറ്റർ ചെയ്യുന്ന ഡോക്ടർ മനോജ്, പിന്നെ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഉള്ള എല്ലാ സുഹൃത്തുക്കളും എല്ലാവർക്കും നമസ്കാരം.
ശ്രീകുമാർ സാറിനെ പോലുള്ളൊരു ഒരു നല്ല പ്രഭാഷകനുള്ളപ്പോൾ എന്തിനാണ് വേറൊരു ഉദ്ഘാടനം എന്ന് ഞാൻ ഡോക്ടർ മനോജിനോട് ചോദിച്ചിരുന്നു. അപ്പം മനോജ് പറഞ്ഞത് അല്ല, ഒരു പ്രോട്ടോകോൾ എന്നുള്ള രീതിയിലാണെന്ന് പറഞ്ഞു. അപ്പം ഞാനും അത് എളുപ്പം അംഗീകരിച്ചത് കാരണം ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വരുമ്പോൾ സാറിൻ്റെ ഒരു പ്രസംഗം കൂടെ കേൾക്കാനുള്ളൊരു വേദി എനിക്കാകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ആ ഒരു ഇതിൽ ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അത് ഞാൻ നിർത്തിക്കൊള്ളാം. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങുന്ന തീരത്ത് നിന്ന് പ്രണയിച്ചു മതി വരാതെ ജീവിച്ച് കൊതി തീരാതെ വയലാർ എന്ന ഗന്ധർവ കവി നമ്മളെ വിട്ടുപോയിട്ട് ഇന്ന് 50 വർഷം തികയാണ്. പക്ഷെ മലയാളികളുടെ മനസ്സിലിരുന്ന് വയലാർ ഇന്നും പറയുകയാണ്, എനിക്ക് മരണമില്ല. ആ ഒരു വാക്ക് നമ്മൾ മലയാളികൾ ഏറ്റെടുക്കുകയും ചെയ്തു. ശരിയാണ്, വയലാറിന് മരണമില്ല. രാമവർമ്മ തിരുമുൽപ്പാടെന്നുള്ള ആ ഒരു വയലാർ രാമവർമ്മ പാരമ്പര്യ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ വളരെ കുട്ടിക്കാലത്ത് തന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം, ഭാരതീയ സംസ്കാരം, എല്ലാ മതങ്ങളെ പറ്റിയുള്ള ആഴത്തിലുള്ള പഠനം എല്ലാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഏത് അനാചാരങ്ങൾക്കും ഒരു അന്ധവിശ്വാസങ്ങൾക്കും എതിരെയൊക്കെ തന്നെ വളരെ ശക്തമായി പ്രതികരിക്കാൻ വയലാർ എന്ന കവിക്ക് അല്ലെ ഗാനരചയിതാവിന് കഴിഞ്ഞിരുന്നത്. ഏത് സന്ദർഭത്തിലും അനുയോജ്യമായ ഗാനങ്ങൾ രചിക്കാൻ കഴിവുള്ള ഒരു ഗാനരചയിതാവായത് കൊണ്ടല്ല വയലാർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനരചയിതാവായി മാറിയത്. വൈവിധ്യം കൊണ്ടോ വൈപുല്യം കൊണ്ടോ ഒന്നുമല്ല. പക്ഷെ അത് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ഒരു സംഭാവനയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കവിതയെ പാട്ടിൽ ലയിപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വെറും ഒരു ചലച്ചിത്ര ഗാനത്തിന്റെ പഞ്ചരത്തിൽ നിന്നാണെങ്കിലും കവിതാശാരിക കൊഞ്ചുകയും ചാഞ്ചാടുകയും ചെയ്യുന്നു. അതാണ് വയലാറിന്റെ കവിത ചലച്ചിത്ര ഗാനമായി രൂപപ്പെട്ടപ്പോൾ സംഭവിച്ചത് എന്നാണ് ONV സാറ് പറഞ്ഞിരിക്കുന്നത്. കവിത ആണ് എല്ലാം. അപ്പൊ അത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമുക്കതൊന്നും ഇപ്പൊ പറയാനുള്ള ഒരു സമയമില്ല. മാത്രമല്ല ശ്രീകുമാർ സാറ് ഉള്ളത് കൊണ്ട് നമുക്ക് അതെല്ലാം സാറിൻ്റെ കയ്യിൽ നിന്ന് കേൾക്കാനും കഴിയും. ഇപ്പൊ നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ഇതൊക്കെ കവിതകളാണ്. പ്രഭാത ഗോപുര വാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു, ഇതൊക്കെ വിശ്വപ്രകൃതി വെറും കൈയോടെ വിരുന്നു നൽകാൻ നിന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു കവിത അത്രയും മനോഹരമായ ഒരു ഗാനമായി തുലാഭാരത്തിൽ വരുന്നത്. ഇപ്പൊ ദേവരാജൻ മാസ്റ്റർ ഒരു മാന്ത്രിക സ്പർശം കൂടെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ആ കവിതയാണ് അദ്ദേഹം അവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഈ ചലച്ചിത്ര ഗാനങ്ങളും നാടക ഗാനങ്ങളും എല്ലാം തന്നെ ചില പ്രത്യേക കഥാസന്ദർഭങ്ങൾക്ക് വേണ്ടിയാണ് രചിക്കപ്പെടുന്നതെങ്കിലും എഴുത്തുകാരൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ ആശയങ്ങളും അല്ലെങ്കിൽ തൻ്റെ ആശങ്കകളും ഒക്കെ സൗന്ദര്യബോധവും ഒക്കെ ഗാനങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ എഴുത്തുകാർ ശ്രമിക്കാറുണ്ട്. അതിലേറ്റവും വിജയിച്ച ആളാണ് വയലാർ. അദ്ദേഹത്തിൻ്റെ ആശങ്കകളും അദ്ദേഹത്തിൻ്റെ ആവേശങ്ങളും എല്ലാം തന്നെ അദ്ദേഹം പല ഗാനങ്ങളിലായിട്ട്, ആ ഗാനങ്ങളൊക്കെ നമുക്ക് പറയാനാണെങ്കിൽ ഒരു ദിവസം തന്നെ എടുക്കേണ്ടി വരും. മതങ്ങൾ ജനിക്കും, മതങ്ങൾ ചിരിക്കും, മനുഷ്യനൊന്നേ വഴിയുള്ളൂ, സത്യത്തിൻ്റെ വഴി, അതുപോലെ തന്നെ സത്യം എവിടെ, സൗന്ദര്യം എവിടെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളതും, കാവി ചുറ്റിയ സന്ധ്യയ്ക്ക് പിന്നിലെ കറുത്ത വാവുകളെ നിങ്ങൾ ഭാരത വേദാന്തം, അദ്വൈത വേദാന്തം, ഭഗവത്ഗീത കൊണ്ട് മറച്ചു എന്നൊക്കെയുള്ള ശക്തമായ വരികൾ ഇന്ന് ഒരു എഴുത്തുകാരൻ എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ വയലാർ തൻ്റെ ഗാനങ്ങളിലൂടെ കൈവയ്ക്കാത്ത മേഖലകളെ ഇല്ല. എല്ലാ വികാരങ്ങളും എല്ലാ വിഭാഗങ്ങളെ അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പ്രണയം തന്നെയായിരുന്നു. തൻ്റെ പ്രണയസങ്കല്പത്തിനെ പറ്റി അദ്ദേഹം 2 ഗാനങ്ങളിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അത് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് ദേവരാജ മാസ്റ്ററുടെ പാട്ട് തന്നെയാണ്. ഇതിഹാസങ്ങൾ ജനിക്കും മുൻപേ ഈശ്വരൻ ജനിക്കും മുൻപേ പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമൂരനുഭൂതി. അത് അദ്ദേഹത്തിന്റെ ഒരു ഉറപ്പ്. രണ്ടാമത്തതും അതുപോലെ തന്നെ, അത് അർജുന മാസ്റ്ററുടെ പാട്ടാണ്. അസ്ഥികൾക്കുള്ളിൽ നീ ജ്വലിച്ചു നിന്നാലേ ഐശ്വര്യപൂർണമാകൂ ജീവിതം, ഐശ്വര്യപൂർണമാകൂ അനുരാഗമേ. അപ്പം ജീവിതം ഐശ്വര്യപൂർണമാവാനും ഭൂമി അക്ഷയപാത്രമാവാനും ആത്മാവിൽ പ്രണയം അല്ലെങ്കിൽ അനുരാഗം ജ്വലിച്ചു നിൽക്കണം എന്ന് ഒരു സംശയവുമില്ലാതെ പാടിയ ഒരു കവിയാണ് വയലാർ രാമവർമ്മ. അപ്പം ഒരു കാലത്ത് മലയാളി യുവത്വത്തിന്റെ പ്രണയത്തിന്റെ മുഖം എന്ന് പറയുന്നത് വയലാറിന്റെ വരികളും ദേവരാജൻ മാസ്റ്റർ സംഗീതവും യേശുദാസിന്റെ ശബ്ദവും പ്രേം നസീറിന്റെ മുഖവുമായിരുന്നു. അത് വയലാർ ഏറ്റവും കൂടുതൽ
ഗാനങ്ങൾ എഴുതിയിരിക്കുന്ന പ്രണയഗാനങ്ങളാണ്. കാരണം മലയാള ചലച്ചിത്രങ്ങളിലെ ഒരു 90% ഗാനങ്ങളും പ്രണയഗാനങ്ങളാണ്. അത് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. അത്ര 90% പ്രണയഗാനങ്ങൾ തന്നെയാണ്. പക്ഷെ ഓരോ പ്രണയഗാനവും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ പ്രണയഗാനവും വ്യത്യസ്തമായിരിക്കാൻ വയലാർ എന്നും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റെല്ലാ ഗാനരചയിതാക്കളും നമുക്ക് വളരെ ആർദ്രമായ ഒരു പ്രണയം തരുമ്പോൾ, പ്രണയഗാനങ്ങൾ തരുമ്പോൾ വളരെ തീവ്രമായ ഒരു പ്രണയം ആണ് നമുക്ക് വയലാർ തന്നിരുന്നത്. അപ്പോൾ അതിനൊരു ഒറ്റ എക്സാമ്പിൾ പറയാൻ നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് പറയാണ്. അത് സാധാരണ ഒരു കവി തൻ്റെ പ്രണയിനിയെ വർണ്ണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ വാക്കുകൾ എന്ന് പറയുന്ന വെണ്ണിലാവും വെണ്ണക്കല്ലും ഒക്കെയാണ്. പക്ഷെ വയലാർ തൻ്റെ ഒരു പ്രണയഗാനത്തിൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ വെണ്ണക്കല്ലുകൊണ്ടല്ല, വെള്ളി നീലാവു കൊണ്ടല്ല, സൗന്ദര്യ ദേവതേ നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല. അപ്പോൾ ഇതൊന്നും കൊണ്ടല്ല എന്ന് അദ്ദേഹം പല്ലവിയിൽ തന്നെ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ നമ്മുടെ സംശയം എന്താണ്? അപ്പൊ എന്തുകൊണ്ടാണ് വെണ്ണക്കല്ലും വെണ്ണിലാവല്ല? അപ്പോഴാണ് എൻ്റെ അനുപല്ലവിയിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു തീവ്രത നമുക്ക് മനസ്സിലാകുന്നത്. രാസക്രീഡയിൽ കാമുകർ ചൂടും രോമാഞ്ചം കൊണ്ടു കരുപ്പിടിച്ചു, പ്രേമമെന്ന വികാരമൊരുക്കി കാമദേവൻ മെനഞ്ഞെടുത്തു. ഇതിനപ്പുറം എങ്ങനെയാണ് ഒരു പ്രണയിനിയെ ഒരു കാമുകൻ വിശേഷിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. കാരണം പ്രേമം എന്ന വികാരം ഒരുക്കി കാമദേവൻ മെനഞ്ഞെടുത്തതിന് അപ്പുറം നമുക്കൊരു തൻ്റെ കാമുകിയെ പറ്റി പറയാനില്ല. അത്രമാത്രം തീവ്രമായ ഗാനങ്ങളാണ്, പ്രണയഗാനങ്ങളാണ് അദ്ദേഹം തന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ മറ്റെല്ലാ ഇതുണ്ട്. ഭക്തിയിലാണെങ്കിലും ഇപ്പൊ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന വയലാറിന്റെ ഭക്തിഗാനങ്ങളാണ് ഇന്നും എല്ലാ അമ്പലങ്ങളിലും നമുക്ക് ഇപ്പോഴും കേൾക്കാൻ കഴിയുന്നത്. അപ്പൊ അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് കുറയ്ക്കാം. അതായത് ഇപ്പം ഒരു 1970-കളിലൊക്കെ ഒരു സംവാദം ഉണ്ടായിരുന്നു. യേശുദാസിന് ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റണം എന്നുള്ളൊരു സംവാദമാണ് നടന്നിരുന്നത് 70-കളിൽ. അപ്പൊ അതിനെ ബേസ് അതിന്റെ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് വയലാർ ഉദയനന്റെ മകൻ എന്നൊരു ചിത്രത്തിൽ ഒരു ഗാനം എഴുതിയിരുന്നു. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും. യേശുദാസ് പിന്നെയും ഗുരുവായൂരമ്പലത്തിൽ കയറിയില്ല, ഇന്നും ഗുരുവായൂരമ്പലത്തിൽ കയറിയില്ല. പക്ഷേ ഈ ഗാനം മലയാളികൾ ജാതി മതഭേദമന്യേ നമ്മൾ മൊത്തം മലയാളികൾ ഏറ്റെടുക്കുകയും അവരത് ആവർത്തിച്ച് പാടുകയും ചെയ്തിട്ട് യേശുദാസ് ഗുരുവായൂർ കയറി എന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ ആ ഗാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ ഗാനത്തിന്റെ ശക്തി, ഒരു പൊതുസമ്മേളനം നടത്തി നമ്മൾ പറയുന്നതിനെക്കാട്ടും എത്രയോ ശക്തിയാണ് ഈ പാട്ടുകൾ ഈ ഒരു ഗാനത്തിലൂടെയൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളെക്കുറിച്ച് പറയാനുള്ള സമയം നമുക്കില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കുറയ്ക്കാം. ഇപ്പം ഭാരതീയ പൈതൃകത്തിൻ്റെയും ഒരു മാർക്സിയൻ പ്രത്യയശാസ്ത്രത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും ഒക്കെ ഒരു കാൽപ്പനികതയുടെ അകമ്പടിയോടെയാണ് തൻ്റെ ഗാനങ്ങളിൽ സമന്വയിപ്പിച്ച് നമുക്ക് അദ്ദേഹം തന്നത്. എനിക്ക് മരണമില്ല എന്നൊരു കവിതയിലൂടെ പ്രഖ്യാപിച്ച കവിയാണ് വയലാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു 2 വരി പാടിക്കൊണ്ട് നമുക്ക് ഈ എൻ്റെ ഒരു സെഷൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പാടിയത് ഇനി എത്ര വസന്തങ്ങൾ കഴിഞ്ഞാലും ഈ സൗരഭ്യം എനിക്കു മാത്രം എന്നാണ് അദ്ദേഹം പാടിയത്. അപ്പൊ നമുക്കത് ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമുള്ള 50-ാം വർഷം അല്ല 50-ാം ചരമദിനം ആഘോഷിക്കുന്നത് നമുക്ക് ആ പാട്ടൊന്ന് മാറ്റിപ്പാടാം. ഇനി എത്ര വസന്തങ്ങൾ കഴിഞ്ഞാലും ഈ ഗാന സൗരഭ്യം നമുക്കു മാത്രം, നമുക്കു മാത്രം, നമുക്കു മാത്രം. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്നൊരു പ്ലാറ്റ്ഫോമിൽ 1883-ാമത്തെ കണ്ടിന്യൂസ് ഒരു വെബിനാർ നടത്തുക എന്നൊക്കെ പറയുന്നത് ഒട്ടും ഒരു ചെറിയ കാര്യമല്ല എന്ന് എനിക്കറിയാം. അത് ഇതുവരെ തുടർന്ന് പോകുന്നതിന് അതിൻ്റെ സംഘാടകർ മനോജാണെങ്കിലും ഷാലു രാജനാണെങ്കിലും ഡോക്ടർ ഷൈലയാണെങ്കിലും ആരാണെങ്കിലും അവർ തികച്ചും അഭിനന്ദനം അർഹിക്കുന്നവരാണ് ആ ടീം. കാരണം ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ വലിയ കാര്യം. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ഇന്ന് നടക്കുന്ന വയലാർ അനുസ്മരണത്തിൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി മഹാനായ ഗന്ധർവ കവിയുടെ മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. അപ്പം ഞാൻ നിങ്ങളെപ്പോലെ തന്നെ അടുത്ത ശ്രീകുമാർ സാറിൻ്റെ പ്രഭാഷണം കേൾക്കാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.
താങ്ക് യു. വളരെ നന്ദി സാർ, അങ്ങ് വളരെ ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു. ഇനി അതുപോലെ ഈ പറഞ്ഞതൊക്കെ എന്റെ പുറകെ വരുന്ന ഒരാളുണ്ട്, എന്നെക്കാളും വലിയവനാണ്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് ശ്രീകുമാർ സാറും. ആകാശവാണിയിൽ പലപ്പോഴും പല പരിപാടികൾ കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടും പൊരുളും അതിൽ ഈ പറഞ്ഞ പോലെ ഓരോ പാട്ടുകളും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന സാറാണ്. ശ്രീകുമാർ സാറിനെ ആദരപൂർവ്വം ഈ മുഖ്യ പ്രഭാഷണത്തിന് ക്ഷണിക്കും. സാർ പ്ലീസ്. അൺമ്യൂട്ട് ചെയ്യണേ സാറേ. കേൾക്കാമല്ലോ സാർ അല്ലേ? കേൾക്കാം കേൾക്കാം. ശ്രീ ബിജു പെരുമ്പഴ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഇതിന്റെ മോഡറേറ്റർ ആയിരിക്കുന്ന ഡോക്ടർ മനോജ് സർ, സ്വാഗതം ആശംസിച്ച ഷാലു രാജൻ, കൃതജ്ഞത പറയുന്ന ഡോക്ടർ ഷൈല, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർമാർ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഇവിടെ ഒരു പുതിയ ആളല്ല എന്നതാണ് അതിന്റെ ഒരു കാര്യം. ഞാനിപ്പോ പലതവണ ഇവിടെ പരിപാടികൾ ധാരാളം തവണ സംസാരിച്ചിരിക്കുന്നു. എന്നിട്ടും എന്നെ വിളിക്കുന്നു എന്നത് എനിക്ക് അഭിമാനകരമായിട്ടൊരു കാര്യമല്ലേ. വീണ്ടും വീണ്ടും ക്ഷണിക്കപ്പെടുന്നു എന്നതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇവിടെ ബിജു പെരുമ്പഴ എനിക്ക് വളരെ പ്രിയപ്പെട്ട പെരുമ്പഴ ഗോപാലകൃഷ്ണൻ സാറിന്റെ മകനാണ്. എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. ഞാനൊരു മുഖത്തലക്കാരനാണ് എന്ന് അറിഞ്ഞത് മുതൽ അദ്ദേഹം എനിക്ക് വലിയ വാത്സല്യം തന്നിട്ടുണ്ട്. കവിതകൾ വായിക്കുക, കവിത വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക, എവിടെയെങ്കിലും സംസാരിച്ചാൽ അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുക, അല്ലാതെ തന്നെ ഫോൺ ചെയ്യുക ഒക്കെ ചെയ്യുന്ന തരത്തിൽ എനിക്ക് വലിയ ഗുരുതുല്യം, എനിക്ക് വളരെ സ്നേഹം തന്നിട്ടുള്ള ഒരാളാണ്. പെരുമ്പുഴ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പണ്ടൊക്കെ ഒരു വയൽ മുറിച്ച് കടന്നാൽ അപ്പോൾ തന്നെ എത്തുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പൊ അതിന് ആ വയലൊക്കെ നികന്നു പോയത് കൊണ്ട് ഇപ്പൊ നമ്മൾ വളരെ ചുറ്റിയിട്ട് വേണം പെരുമ്പുഴയ്ക്ക് പോകാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നത്. അദ്ദേഹം അതിമനോഹരമായിട്ട് പാടുകയും ചെയ്തു. ഈ ഭൂമിയിൽ ആരോടെങ്കിലും എനിക്ക് ഒരു അസൂയ ഉണ്ടെങ്കിൽ അത് പാട്ടുപാടുന്ന ആളുകളോടാണ്. അത് എത്ര മധുരമായിട്ടാണ് അദ്ദേഹം വയലാറിന്റെ ഒരു ഗാന സാന്നിധ്യത്തെ കുറിച്ച്, മലയാളത്തിലെ ഒരു ഗാന സാന്നിധ്യത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഒരു പ്രസക്തിയെ കുറിച്ചൊക്കെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത്. അതിനെ ഉദാഹരിക്കാൻ വേണ്ടി ആ പാട്ടുകൾ പാടുമ്പോൾ അത് നമ്മളുടെ മുമ്പിൽ അത് അങ്ങനെ തന്നെ അനാവൃതമാകുന്നതിന്റെ ഒരു വലിയ സൗന്ദര്യം നമ്മൾ അനുഭവിച്ചു. 1975 ഒക്ടോബർ 27-ാം തീയതിയാണ് വയലാർ നിര്യാതനായത്. അന്ന് എനിക്ക് 10 വയസ്സാണ്. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു വയലാറിന്റെ നിര്യാണം ഉണ്ടായി എന്ന്. വയലാറിന്റെ നിര്യാണത്തിൽ സാധാരണ മനുഷ്യർ കേരളത്തിലെ ഒരു കവിയുടെ നിര്യാണത്തിൽ അങ്ങനെ അവരുടെ ദുഃഖം പ്രദർശിപ്പിക്കുന്നത് ഞാൻ അന്നാണ് കാണുന്നത്. എല്ലായിടത്തും ഒരു മൂകത ഉണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ, എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനും പൊതുപ്രവർത്തകനും ഒക്കെ ആയിരുന്നു. അച്ഛൻ വയലാറിന്റെ വലിയൊരു ആരാധകനായിരുന്നു. വയലാറിന്റെ മാത്രമല്ല, ആ കാലത്തെ ഈ ചുവന്ന ദശകം എന്ന് നമ്മൾ വിളിക്കുന്ന വയലാർ, ONV, പി ഭാസ്കരൻ, ONV വയലാർ എന്ന് വേണം പറയാൻ. ആ 3 പേർ, ആ ത്രയം, അവരുടെ കവിതകളിൽ നിന്ന് ആവേശം കൊള്ളുകയും അവരുടെ കവിതകളാൽ പ്രചോദിതരായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുള്ള നിരവധി മനുഷ്യർ കേരളത്തിൽ ആ കാലത്തുണ്ടായിരുന്നു. അപ്പോ വയലാറിന്റെ നിര്യാണത്തിൽ അങ്ങനെ വ്യാപകമായ ദുഃഖമുണ്ടായി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ കാണാനായി ചെന്ന് കാത്തുനിന്ന ഒരു വിലാപയാത്ര വയലാറിൻ്റെതാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വിലാപയാത്ര കാണാൻ പോകാനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ ദുഃഖം എൻ്റെ വീട്ടിലും വളരെ ദിവസങ്ങൾ നീണ്ടു നിന്നു. രാത്രികളിൽ അച്ഛന്, ഞങ്ങളുടെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ വളരെ മുതിർന്നതിന് ശേഷമാണ് കറണ്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ കാലത്ത് വിളക്കൊക്കെ കൊളുത്തി വെച്ച് രാത്രിയിൽ ഇരുന്നിട്ട്, ഞാനത് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് ആസ്വദിക്കാൻ വേണ്ടി, തനിയെ ആസ്വദിക്കാൻ വേണ്ടി അച്ഛൻ കവിതകൾ ഉറക്കെ ചൊല്ലുമായിരുന്നു. എല്ലാം കാണാപാഠമായിരുന്നു അവർക്കൊക്കെ. ആ ജനറേഷന്റെ ഒരു പ്രത്യേകത തന്നെ അവർക്ക് കവിതകൾ കാണാതെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ആലപിക്കുമ്പോൾ വയലാറിന്റെ നിരവധി കവിതകൾ അങ്ങനെ കേട്ടിട്ട് ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്കതൊക്കെ നന്നായിട്ട് ഹൃദിസ്ഥമായിരുന്നു. അച്ഛൻ പ്രസംഗിക്കാനൊക്കെ പോകുന്ന ആളായിരുന്നു. അച്ഛന്റെ കൂടെ നിരവധി സ്ഥലങ്ങളിൽ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ കമ്പോട് കമ്പ് അത് ഉദ്ധരിക്കുന്നത് കേട്ട് ഞാൻ അത്യധികം സന്തോഷിച്ചിട്ടുണ്ട്. അത് എന്നിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. വി സാംബശിവൻ എന്ന മഹാനായ കഥാപ്രസംഗകൻ, അദ്ദേഹം വയലാറിന്റെ ആയിഷ എന്ന കഥ പറയുന്നത് കേട്ടിട്ട് ഞാൻ അമ്പരന്ന്, എൻ്റെ ചെറിയ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ അമ്പരന്ന് കേട്ടിരുന്നിട്ടുണ്ട്.
അതിലെ ആയിഷ അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല, ആ കാലത്ത് കേട്ടിട്ടുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ ആയിഷ ജീവിച്ചു. അമ്പിളിപ്പൊന്നിനെ മുത്തുവാൻ മാനത്ത് പൊൻപണം തൂകുപോരെ, നിങ്ങളുടെ കൊമ്പൻ തലപ്പാവ് തട്ടിയെറിയുന്ന ചെമ്പൻ പുലരി കണ്ട എന്ന് അത് സാംബശിവൻ പാടുന്നത് കേട്ട് ഈ ചെമ്പൻ പുലരി അധികം വയ്യാതെ ഒരു ദിവസം കേരളത്തിൽ ഉദിക്കും, എൻ്റെയൊക്കെ നാട്ടിൽ ഉദിക്കും, അപ്പോ ഉച്ചനീചത്വങ്ങളൊക്കെ ഇല്ലാതായി എല്ലാവരും സമത്വത്തിൽ ചെന്ന് ചേരും എന്നൊക്കെ ആ കാലത്ത് നമ്മളെ മോഹിപ്പിക്കാൻ, എന്നെ പോലെയുള്ള ആളുകളെ മോഹിപ്പിക്കാൻ വയലാറിന് പറ്റിയിരുന്നു. വളരെ മുതിർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു പുലരി ഒന്നും സമീപകാലത്ത് സംഭവിക്കില്ല എന്നല്ല, എൻ്റെ ജീവിതകാലത്ത് തന്നെ സംഭവിക്കില്ല എന്ന് മനസ്സിലായത്. പക്ഷെ ഇപ്പോഴും വയലാറിനെ വായിക്കുമ്പോൾ അറിയാതെ നമുക്ക് നന്നായിട്ട് അറിയാം, ലോകത്ത് എവിടെയും അങ്ങനെ ഒരു ചെമ്പൻ പുലരി സംഭവിക്കില്ല എന്നറിയാമെന്നുണ്ടായിട്ടും നമ്മൾ ആ കവിത കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ അതേക്കുറിച്ച് മോഹിച്ചു പോകും അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കും. വളരെ പരമ്പരാഗതമായിട്ടുള്ള ഒരു രാജകുടുംബത്തിന്റെ ഒരു ഉപശാഖയായിരുന്നല്ലോ. അപ്പൊ അവിടെ ജനിച്ചു വളർന്ന ഒരാൾ, നേരത്തെ ശ്രീ ബിജു പറഞ്ഞതുപോലെ സംസ്കൃത വിദ്യാഭ്യാസം സിദ്ധിച്ച ഒരാൾ, അദ്ദേഹത്തിന്റെ വേദേതിഹാസങ്ങളിലും പുരാണങ്ങളിലും ആഴത്തിൽ പഠിച്ചിരുന്ന ഒരാൾ, ആദ്യത്തെ പാദമുദ്രകൾ എന്ന കാവ്യസമാഹാരത്തിൽ ഗാന്ധിജിയെ സ്തുതിച്ചുകൊണ്ടുള്ള കവിതകളാണ് അതിൽ മിക്കതും. ആ തരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ, ഗാന്ധിജിയുടെ സഹന സമരത്തിലൊക്കെ അങ്ങനെ വലിയ ആദരവുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് വരുന്ന സ്വാഭാവിക പരിവർത്തനമാണ് കേരളത്തിന് ഈ വലിയ ഗാന സാമ്രാജ്യത്തെയും കാവ്യ സാമ്രാജ്യത്തെയും സംഭാവന ചെയ്തത്. പുന്നപ്ര വയലാർ സമരക്കാലത്ത് അതിൽ നിന്ന് അവിടെ സാധാരണക്കാരായിട്ടുള്ള കർഷക തൊഴിലാളികളെ, സാധാരണ മനുഷ്യരെ, അവരെ വലിയ ഈ പറയുന്നത് വലിയൊരു പ്രതീക്ഷയിൽ പ്രചോദിതരായിട്ട് വാരിക്കുന്തവുമായി പട്ടാളത്തെ നേരിടാൻ ഇറങ്ങിയ ആളുകളാണ്. തോക്കുകൊണ്ട് വരുന്ന പട്ടാളക്കാരെ വാരിക്കുന്തവുമായിട്ട് നേരിടാം എന്ന അവരെ അങ്ങനെ പരിശീലിപ്പിച്ചു. അപ്പൊ അങ്ങനെ നേരിടാൻ ഇറങ്ങി പുറപ്പെട്ട ആളുകളിൽ നമ്മളുടെ ഔദ്യോഗിക കണക്കുകൾക്കൊക്കെ അപ്പുറത്ത് എത്രയോ നൂറുകണക്കിന് ആളുകൾ അവിടെ വെടികൊണ്ട് മരിച്ചു. അതിലെ വെടികൊണ്ട തെങ്ങ് രാഘവപ്പറമ്പ് എന്ന് പറയുന്ന വയലാറിന്റെ വീടിന്റെ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. ഒരു കവിതയിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട്, ആ വെടികൊണ്ട തെങ്ങിനെ കുറിച്ച്. അവിടെ മുതൽ വയലാറിൽ ഒരു പരിവർത്തനം ആരംഭിക്കുകയാണ്. ആ പരിവർത്തനം ആരംഭിച്ചിട്ട് സമാന മനസ്കരായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപെടാനുള്ള അവസരം ഉണ്ടാവുകയും അദ്ദേഹം വളരെ വേഗം ഈ സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അതിലേക്ക് പ്രവേശിച്ചപ്പോൾ അതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നതിനേക്കാൾ ആവേഗം കൂടിയ പദാവലികൾ ഉപയോഗിച്ച് ആവേഗം കൂടിയ കാവ്യ സ്വഭാവത്തോടുകൂടി അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പൊ ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ എന്ന് പറയുന്ന വയലാർ ഗർജിക്കുന്നു എന്ന പി ഭാസ്കരന്റെ കവിത ആ കാലത്ത് സകല മനുഷ്യരെയും പ്രചോദിപ്പിച്ചിരുന്നുവെങ്കിൽ, പി ഭാസ്കരൻ സജീവമായിട്ട് വിപ്ലവത്തിൽ പങ്കെടുത്ത ആളാണ്. ഒളിവിലിരിക്കുക, ബോംബുണ്ടാക്കാൻ പഠിക്കുക, ആക്രമിക്കാനായിട്ട് ശീലിക്കുക, സായുധ വിപ്ലവത്തിന് വേണ്ടി തയ്യാറെടുക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ് പി ഭാസ്കരൻ. അപ്പൊ വയലാർ അങ്ങനെയൊന്നും ഒരു സായുധ വിപ്ലവത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള ആളല്ല. പക്ഷെ പി ഭാസ്കരനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം തീവ്രതയോടുകൂടി, വീര്യത്തോടുകൂടി അദ്ദേഹം തന്നിലേക്ക് പ്രവേശിച്ച ഈ സ്വപ്നത്തെ വളർത്തിയെടുത്തു. അഥവാ അത് അദ്ദേഹത്തിൽ വളർന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ അദ്ദേഹം ആർജിച്ചു വെച്ചിരുന്ന ഈ പുരാതന ഭാരതീയ സംസ്കൃതി എന്നത് അദ്ദേഹത്തിന് ഒട്ടും ഭാരമായിരുന്നില്ല. EMS ഒക്കെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം പഠിച്ച വേദം മുഴുവൻ, ഋഗ്വേദം മുഴുവൻ അനുലോമമായിട്ടും പ്രതിലോമമായിട്ടും ചൊല്ലാൻ അർത്ഥമറിയാതെ പഠിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വ്യർത്ഥമായി പോയ കുറച്ച് വർഷങ്ങളായിരുന്നു അതെന്ന് EMS അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്. ഒരുപക്ഷെ അത് വ്യർത്ഥമായി പോയി എന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ ജീവിതം കാണുമ്പോൾ തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അസാമാന്യമായ ഓർമ്മശക്തിക്കും അദ്ദേഹത്തിന്റെ ധിഷണാശേഷിക്കും ഒക്കെ ഈ കാണാതെ പഠിച്ച ഈ പഠനം ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. അത് നമ്മളുടെ ഒരു വിഷയമല്ല. പക്ഷേ വയലാറിനെ സംബന്ധിച്ച് വയലാർ ഈ ആർജിച്ചു വെച്ചിരുന്ന ഭാരതീയമായിട്ടുള്ള സകലതിനെയും തന്നിലേക്ക് താൻ സ്വീകരിച്ച ഈ തൊഴിലാളി വർഗ സിദ്ധാന്തം ഉണ്ടല്ലോ, വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറയുന്നത്, അപ്പൊ അതിന്റെ കാൽപ്പനികമായ അംശത്തെയാണ് വയലാർ സ്വീകരിച്ചത്. അല്ല അതിന്റെ സാമ്പത്തികമായ അംശത്തെയോ അതിന്റെ വിശകലനങ്ങളെയോ അതുമായി ബന്ധപ്പെട്ടത് എങ്ങനെ നടത്തിയെടുക്കാം എന്നതിനെ കുറിച്ചല്ല, അതിന്റെ കാൽപ്പനികമായ അംശങ്ങൾ ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ട് ഈ ഭാരതീയ ദർശനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഏറ്റവും ഉപയുക്തമായവയെ സ്വീകരിച്ച് അതിനോട് ലയിപ്പിച്ചു ചേർത്താണ് വയലാർ ഗാനങ്ങളും കവിതകളും ഉണ്ടാക്കിയത്. വയലാറിന്റെ ഗാനങ്ങളിൽ പ്രത്യേകിച്ചും അതൊക്കെ വളരെ 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 പെട്ടെന്ന് നമുക്കത് തിരിച്ചറിയാം. വളരെ പ്രസിദ്ധമായിട്ടുള്ള പാട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ബിജു പെരുമ്പഴയായിരുന്നെങ്കിൽ അതിപ്പോ പാടിയേനെ, പക്ഷെ ഞാനത് പറയാം.
ശാരികെ ശാരികെ സിന്ധു ഗംഗാ നദി തീരം വളർത്തിയ ഗന്ധർവ ഗായികെ പാടുക നാം ഈ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ അതിനൊരു ശക്തി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പാടുമ്പോൾ അതിന് വേറൊരു പ്രഫുല്ലമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ ആ വരികളിലൊക്കെ അദ്ദേഹത്തിന്റെ ഈ ആർഷഭാരത സംസ്കാരത്തെ അദ്ദേഹം സ്വീകരിച്ചതിന്റെ, അതിലെ ഗുണപരമായ അംശങ്ങളെ സ്വീകരിച്ചതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്താണ് ആ പാട്ടുകളൊക്കെ. അങ്ങനെയുള്ള എത്ര പാട്ടുകൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സർഗസംഗീതത്തിലെ ആദ്യത്തെ ശ്ലോകം, ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയ സാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം എന്നാണ് പറഞ്ഞത്. അത് ഈ സ്വീകരിച്ചെടുത്ത ഭാരതീയ ദർശനങ്ങളെ സ്വാംശീകരിച്ചതുകൊണ്ടാണ്. ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ, ഒരു കാടിന്റെ ഏറ്റവും അകത്തുള്ള ഗുഹാസ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയ സാരം തേടി അലഞ്ഞു. ഭാരതീയ ദർശനത്തിലെ ഏറ്റവും വലിയ സവിശേഷത അത് പ്രപഞ്ച പരിണാമത്തിന്റെ സാരം തേടി അലഞ്ഞു എന്നുള്ളതാണ്. അതിനകത്ത് അതിനകത്തേക്ക് വന്നു ചേർന്ന എല്ലാ മാലിന്യങ്ങളും അതിനെ തമസ്കരിച്ചു കളഞ്ഞുവെങ്കിലും ഈ സത്യത്തിന്റെ മുഖം സ്വർണപാത്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു എന്ന് ഉപനിഷത്തിൽ പറയുന്നത് പോലെ അതിനൊരു കരി തേച്ച് അതിനെ മറച്ചു കളഞ്ഞുവെങ്കിലും വയലാറിലൂടെ ആ ദർശനം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. സ്വാഭാവികമായിട്ടാണ് വയലാറിന്റെ ആ ദർശനത്തിലേക്കുള്ള ആ ദർശനത്തെ പ്രകാശിപ്പിക്കൽ. സർഗസംഗീതമൊക്കെ വരുന്ന അദ്ദേഹത്തിന്റെ കാവ്യരചനയുടെ ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലാണ്. അതിനൊക്കെ മുമ്പ് സമൂഹത്തിൽ അദ്ദേഹത്തിന് നേരിടാനുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമൂഹത്തെ നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. നാൽക്കവലയിലെ തയ്യൽക്കടയിൽ ചാക്കോ മേസ്തിരി തയ്ക്കുന്നു. ചാക്കോ മേസ്തിരി തയ്ക്കുമ്പോൾ ചാക്കോ മേസ്തിരി ധാരാളം കാര്യങ്ങൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂവർണ്ണക്കൊടി തയ്ക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ ചെല്ലുന്നത്. മൂവർണ്ണക്കൊടികൾ തയ്ക്കുമ്പോൾ തയ്ക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഇത് വലിയ തെറ്റല്ലേ നമ്മൾ ചെയ്യുന്നത്, ഭരണവിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ ഈ ചെറുപ്പക്കാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാർ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന നേതാക്കന്മാർ വരുന്നു, അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ചാക്കോ മേസ്തിരി പറയുന്നുണ്ട്, ഇത് ഒരു കാരണവശാലും നിങ്ങൾ പള്ളിയിൽ പോയി പറയരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കഴിയുമ്പോൾ തൊട്ടു പിറകെ ഈ ചെറുപ്പക്കാർ കുറെ കാലം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവര് ഒരേ നിറത്തിലുള്ള മൂവർണ്ണക്കൊടിയാണെങ്കിൽ ഇവിടെ ധാരാളം തയ്ച്ചതിരിപ്പുണ്ട് എന്ന് ചാക്കോ മേസ്തിരി പറയുമ്പോൾ ഈ ചെറുപ്പക്കാർ പറയുന്നു, ഒറ്റ നിറത്തിലുള്ള കൊടിയാണ് ഞങ്ങൾക്ക് വേണ്ടത്, അത് കറുത്ത നിറത്തിലുള്ള കൊടിയാണ്. ഈ കോൺഗ്രസിന്റെ ഞങ്ങൾ എന്നാണോ ത്രിവർണ്ണ പതാക കാണിച്ച് മുദ്രാവാക്യം വിളിച്ചത്, ആ നേതാക്കന്മാർ വീണ്ടും വരുന്നുണ്ട്, അവരുടെ മുമ്പിൽ കാണിക്കാനാണ് ഈ കറുത്ത കൊടി എന്ന് പറഞ്ഞിട്ടാണ് കറുത്ത കൊടി ഉണ്ടാക്കുന്നത്. വലിയ പ്രതിഷേധത്തിന്റെ കൊടിയാണ്. കേരളത്തിൽ ഇപ്പോൾ കറുത്ത കൊടി അങ്ങനെ ഉപയോഗിച്ചാൽ അതിന് ശാരീരിക ക്ഷത ഉണ്ടാവുന്ന തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും അന്ന് അത് പ്രതിഷേധത്തിന്റെ ചിഹ്നമായിരുന്നു. അപ്പൊ അങ്ങനെ പ്രതിഷേധിക്കാൻ വേണ്ടി കറുത്ത കൊടി. അത് കഴിഞ്ഞ് ചാക്കോ മേസ്തിരിയുടെ അടുത്തേക്ക് വീണ്ടും ഈ ചെറുപ്പക്കാർ ചെല്ലുന്നത്, ഞങ്ങൾക്ക് ചുവന്ന കൊടികൾ കെട്ടണം. അങ്ങനെ വയലാർ പറയുന്ന ഒരു 400 കൊടികൾ ഇപ്പോൾ ആ കവലയിൽ നിരക്കുന്നു. അങ്ങനെ എങ്ങനെയാണ് ഈ നമ്മളുടെ നാട്ടിൽ ഈ പ്രത്യാശയുടെ ഈ പ്രത്യയശാസ്ത്രം വളർന്നു വന്നത് എന്ന് വളരെ സാധാരണമായ ഒരു കവിതയിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട്. സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ഏറ്റവും അടുത്ത് കാണുകയും അതേക്കുറിച്ച് ആവിഷ്കരിക്കുകയും ചെയ്ത ആളാണ്. ഈ കാവ്യരചനാ ശൈലി ഏറ്റവും സാധാരണ നിലയിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ കാവ്യരചനാ ശൈലിയിൽ അദ്ദേഹത്തിന് നിരവധി ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം ചങ്ങമ്പുഴയുടെ മാറ്റൊലിയാണ് എന്ന്. അദ്ദേഹത്തിന് മാത്രമല്ല, പി ഭാസ്കരനും ONV-യും വയലാറും ചേരുന്ന ഈ നമ്മുടെ ചുവന്ന ദശകത്തിലെ കവിത്രയം എന്ന് പറയാവുന്ന ഇവര് 3 പേരും ചങ്ങമ്പുഴയുടെ മാറ്റൊലികളാണ് എന്ന് M കൃഷ്ണൻ നായർ സാർ കൗമുദിയിൽ ലേഖനം എഴുതി. ചങ്ങമ്പുഴയുടെ ഇവർക്ക് ഒറിജിനാലിറ്റി ഇല്ല, ഇവർ ചങ്ങമ്പുഴയുടെ മാറ്റൊലികൾ. അപ്പൊ അങ്ങനെ അതിനെക്കുറിച്ച് വയലാർ എഴുതിയിട്ടുണ്ട്. ഒരു മാറ്റൊലി കവി വന്നു നിൽക്കുന്നു മുന്നിൽ എന്ന് പറഞ്ഞിട്ട് എന്റെ മാറ്റൊലി കവിത എന്ന് പറഞ്ഞിട്ട് കവിത എഴുതിയിട്ടുണ്ട്. കവിതയിലൂടെയാണ് സകലതിനെയും പ്രതിരോധിച്ചിരുന്നത്. സർഗസംഗീതത്തിൽ വാളല്ലൻ സമരായുധം, ഝണഝണധ്വാനം മുഴക്കിയിടുവാൻ ആളല്ല, എൻ കരവാള് വിറ്റൊരു മണിപ്പൊൻവീണ വാങ്ങിച്ചു ഞാൻ, താളം രാഗം താള ലയ സ്വരമിവയ്ക്കല്ലാതെ ഒന്നിനും ഇന്ന് ഓളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകില്ല എൻ പ്രേമതീർത്ഥങ്ങളിൽ എന്നെഴുതിയപ്പോ വയലാറ് കോടമ്പക്കത്ത് സിനിമയ്ക്ക് പാട്ടെഴുതാൻ പോയിട്ട് അദ്ദേഹം കമ്മ്യൂണിസത്തെ കളഞ്ഞു. വാളായിരുന്നു സമരായുധം, അത് ഉപേക്ഷിച്ചിട്ട് മണിപ്പൊൻവീണ വാങ്ങിച്ചു. ഇദ്ദേഹം സിനിമയുടെ തിളക്കത്തിൽ മയങ്ങിപ്പോയി, അതിൽ കാശൊക്കെ വാങ്ങിച്ചിട്ട് വളരെ തൊഴിലാളി വർഗത്തിൽ നിന്ന് വിട്ട് സമ്പന്നനായി എന്നൊരു ആക്ഷേപം ലേഖനങ്ങൾ നമ്മള് പിൽക്കാലത്ത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഐക്യമൊക്കെ ഉണ്ടായപ്പോ കമ്മ്യൂണിസ്റ്റ് ഐക്യമൊക്കെ ഉണ്ടായപ്പോ നമ്മൾ പിന്നെ ഒരുമിച്ച് നിന്ന് പിന്നീട് പോരാടിയതിൽ പല പ്രമുഖരാണ് അത്തരം ലേഖനങ്ങളൊക്കെ അക്കാലത്ത് എഴുതിയത് കേട്ടോ.
വയലാറിനെ കുറിച്ച് എഴുതിയത്. അപ്പൊ വയലാർ അതിന് മറുപടി പറഞ്ഞ കവിതയിലൂടെയാണ്. ഉടവാളുരുക്കി ഞാൻ വീണ തീർത്തത് നാട്ടിൽ ഉറക്കുപാട്ടും പാടി സഞ്ചരിക്കുവാനല്ല എന്ന് മറുപടി എഴുതി. ഇത് ഞാൻ ഉറക്കുപാട്ട് പാടി സഞ്ചരിക്കാനല്ല, എനിക്ക് മനുഷ്യരെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാളുരുക്കി വീണ തീർത്തത് എന്ന് പിന്നീട് കവിതയിലൂടെ മറുപടി പറഞ്ഞു. സകലതിനും കവിതയിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക്, മറ്റവർ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് മറുപടി പറയാൻ കൂടി ശ്രദ്ധിച്ചിരുന്ന ആളാണ്. സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും സമുചിതമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളായിരുന്നല്ലോ കേരളത്തിന്റെ വലിയ പ്രധാനപ്പെട്ട ഇപ്പോഴും അതെ, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ചരട് ജപിച്ചു കെട്ടുന്നതിനോ ശത്രു സംഹാര പൂജ നടത്തുന്നതിനോ ഒന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഞാനീ താമസിക്കുന്ന ശാസ്ത്രമംഗലത്തിനടുത്ത് ശത്രുക്കളെ സംഹരിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഞാൻ അവിടെ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു സബ് രജിസ്ട്രാർ ഓഫീസ് ഉണ്ട്. അപ്പൊ ഞാനപ്പോ അവിടെ പോയിട്ട് എന്തോ ഒരു ആവശ്യത്തിന് അവിടെ അടുത്തൊരു വീട്ടിൽ പോവുക, സബ് രജിസ്ട്രാർ ഓഫീസ് ചെല്ലുക ചെയ്യുമ്പോൾ അവിടെ എന്തൊരു തിരക്കാണ്. തിരുവനന്തപുരത്ത് മനുഷ്യർക്ക് ഇത്രയേറെ ശത്രുക്കൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അവിടെ വലിയ അതിന് മാത്രമായിട്ടൊരു ക്ഷേത്രം. അപ്പൊ അന്ധവിശ്വാസത്തിനൊരു കുറവും വന്നിട്ടില്ല. പക്ഷെ വസൂരി വന്നു കുഞ്ഞിക്കേളന് മകരക്കൊയ്ത്തിന് പോയപ്പോൾ 4 രൂപ 12 എന്ന് പറയുന്ന കവിതയുണ്ട്. വസൂരി വന്നു കുഞ്ഞിക്കേളന് മകരക്കൊയ്ത്തിന് പോയപ്പോൾ വസൂരി വന്നു. എന്നിട്ട് വസൂരി വന്നപ്പോ ഭാര്യ ചെയ്യുന്നത് നേർച്ച നേരുകയാണ് ചെയ്യുന്നത്, ചികിത്സിക്കുന്നില്ല, നേർച്ച നേരുന്നു. നേർച്ച നേർന്നിട്ട് കാത്തിരിക്കുമ്പോൾ അവസാനം ഈ കുഞ്ഞിക്കേളൻ മരിച്ചു പോകുന്നു അത് അവിടെ വെച്ച്. അപ്പൊ ദൈവം വന്ന് രക്ഷിച്ചില്ല എന്ന് വയലാർ നമ്മളോട് പറയുന്നു. ഒരു കുടം കള്ളും പൂവൻ കോഴിയും അറുകൊല അമ്മാവൻ വന്നില്ല എന്ന കവിതയുണ്ട്. ഒരു കുടം കള്ളും പൂവൻ കോഴിയും അറുകൊല അമ്മാവൻ വന്നില്ല. അപ്പൊ ഈ വീടുകൾ ഇങ്ങനെ മന്ത്രവാദം നടത്തിയും കളങ്ങൾ വരച്ചും സർപ്പക്കളങ്ങൾ നടത്തിയും ഒക്കെ വീടുകൾ നശിച്ചു പോകുന്നതിനെ കുറിച്ചുള്ള ആധിയിൽ നിന്നാണ് അറുകൊല അമ്മാവനെ കുറിച്ച്. അറുകൊല അമ്മാവൻ തുറുകണ്ണും നീട്ടി വഴിയിൽ നിൽക്കും, അത് ആ കുടുംബം അങ്ങനെ നശിച്ചു പോകുന്നതിനെ കുറിച്ച് വയലാർ എഴുതിയിട്ടുണ്ട്. മനുഷ്യന്റെ പട്ടിണി, എന്തുകൊണ്ടാണ് മനുഷ്യന് പട്ടിണി ഉണ്ടാവുന്നത്, പട്ടിണിയിൽ നിന്ന് മനുഷ്യന് എങ്ങനെയാണ് മോചനം വേണ്ടത് എന്ന് വയലാർ ധാരാളമായിട്ട് ആലോചിച്ച ഒരാളാണ്. വളരെ പ്രസിദ്ധമായിട്ടൊരു കവിതയുണ്ട്, കുചേലൻ കുഞ്ഞൻ നായർ. കൃഷ്ണനെ തല്ലി കുചേലൻ അധിക്കാര കൃത്യമിരമ്പി ജനഹൃദയങ്ങളിൽ ആത്മാവിലെങ്ങാണ്ട് തേള് കടിച്ച പോലെ ആൽത്തറ സന്യാസിമാർ അമ്പരന്നു പോയി എന്നാണ് കവിത തുടങ്ങുന്നത്. വളരെ നാടകീയമായിട്ടാണ്. കൃഷ്ണനെ തല്ലി കുചേലൻ, നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അവിൽപ്പൊതിയുമായിട്ട് ചെന്നിട്ട് സർവസമ്പന്നനായി തിരിച്ചു പോകുന്ന സുധാമാവിന്റെ കഥയിലെ ആ കുചേലൻ കഥകളി രംഗത്ത് വന്നിട്ട് കൃഷ്ണനെ തല്ലി, തന്റെ കൊടയുടെ കമ്പ് വലിച്ചൂരിയിട്ട് കൃഷ്ണനെ തല്ലി. കൃഷ്ണൻ കൈമളാണ്, കൃഷ്ണന്റെ വേഷം കെട്ടുന്നു, കഥകളി യോഗക്കാരനാണ്. അയാള് ഒരിക്കലും ഇയാൾക്ക് പൈസ കൊടുക്കില്ല. വളരെ മെലിഞ്ഞ് കുചേലൻ കുഞ്ഞൻ നായർ എന്ന് പേര് വരത്തക്ക വിധത്തിൽ വളരെ ക്ഷാമമൂർത്തിയായി പോയ ഒരാളാണ്. അത് അവസാനം കുചേലൻ മാത്രമാണ് കിട്ടുന്ന വേഷം. ആ സമയത്ത് അദ്ദേഹം പറയുന്നു, എനിക്കൊരു തന്മയീ ഭാവം വരും. അപ്പൊ എനിക്ക് എനിക്ക് മുത്തണി കേശഭാരം കിരീടം ചുമന്നെത്തുവാനുണ്ട്, അവിടെ അങ്ങനെ എനിക്ക് എത്താൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എനിക്ക് എന്റെ പെൺമക്കളെ ഓർമ്മ വരും. പാഞ്ചാലിയുടെ ചേല പിടിച്ചഴിക്കുന്ന ദുശാസനനായിട്ട് അരങ്ങിൽ വരുമ്പോ എനിക്ക് എന്റെ മകളെ ഓർമ്മ വരും. എനിക്ക് അതുകൊണ്ടൊരു ഒരിക്കലും എനിക്ക് അങ്ങനെ ഈ രാജസ വേഷമായിട്ടുള്ള ചുവന്ന താടി ചെയ്യാൻ പറ്റില്ല. താമസ വേഷമാണ് ചുവന്ന താടി, അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഓടിയെടുക്കും 16 കണ്ണുകൾ എന്നാണ് പറയുന്നത്. 8 പേരുടെ 16 കണ്ണുകൾ വിശപ്പോടുകൂടി ഓടിയെടുക്കും. കൈമൾ ഒരു കാരണവശാലും പൈസ കൊടുക്കത്തില്ല, ഇയാള് വിഷമാണ്. പുൽച്ചൂല് പോലെ മുടിക്കെട്ട് തുള്ളിച്ച് ഗർജിച്ചു നാട്ടുപ്രമാണിമാരിങ്ങനെ കൃഷ്ണനെ തല്ലി കുചേലൻ. അവസാനം ഇയാൾ ഈ വേദിയിൽ നിന്ന് ഈ കൈമളുടെ മുഴുവൻ ചൂഷണത്തിന്റെ കഥ മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ ഇതേ പുൽച്ചൂല് പോലെ മുടിക്കെട്ട് തുള്ളിച്ച് നാട്ടുപ്രമാണിമാര് ഗർജിച്ചു, കള്ളൻ കടന്നുപോ കൃഷ്ണൻ, അല്ലെങ്കിൽ ചെപ്പയ്ക്ക് 2 കൊടുത്തേന് ഞങ്ങളും എന്ന് പറഞ്ഞാണ് കവിത അവസാനിക്കുന്നത്. അപ്പോ ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഏറ്റവും ശക്തമായിട്ട് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റി. ആയിഷ എന്ന കഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആയിഷ എന്ന കഥയിൽ ഒരു 8 or 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അറബുകാരനായിട്ടുള്ള അദ്രമാൻ എന്ന് പറയുന്ന ആള് 100 or 150 രൂപയ്ക്ക് വളരെ വൃദ്ധനായിട്ടുള്ള ഒരാൾക്ക് നിക്കാഹ് കഴിച്ചു കൊടുക്കുകയാണ്. ആ പെൺകുട്ടിയെ ഗർഭിണിയായി കഴിയുമ്പോൾ ആ വീട്ടിൽ അവളെ ക്രൂരമായി പീഡിപ്പിച്ച് അവളുടെ ശാരീരികമായിട്ടുള്ള കാന്തി ക്ഷയിച്ചപ്പോ അവളെ തെരുവിലേക്ക് ഇറക്കി വിടുന്നു. അവൾ പിന്നെ തെരുവിന്റെ ഉൽപ്പന്നമായി മാറുകയാണ്. അവൾ പിന്നെ തെരുവിലാണ് ജീവിതം. അങ്ങനെ അതിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ അവർ വളർത്താൻ തീരുമാനിക്കുന്നു. അപ്പോഴത്തേക്ക് ഒരു ദിവസം ഈ കുഞ്ഞിനെ ഉറക്കിക്കിടത്തിയിട്ടാണ് അവൾ ഈ അഭിസാരിക വൃത്തി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പഴയ ഭർത്താവ് ഉണ്ടല്ലോ, അയാൾ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്നു, അയാളെ കുത്തിക്കൊല്ലുന്നു അവൾ.
ഈ കുട്ടി തെരുവിൽ ജീവിക്കുന്നു. ആയിഷ ഉമ്മാന്റെ പൊന്നുമോനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവന്റെ റഹിം എന്നാണ് പേര്, സ്വന്തം വിലാസം അവൻ എപ്പോഴും പറയുന്നത് ഇങ്ങനെ, ആയിഷ ഉമ്മാന്റെ പൊന്നുമോനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവൻ ആ തെരുവിൽ ജീവിക്കുന്നു. അവനാണ് അവന്റെ അപ്പൂപ്പൻ അദ്രമാൻ കേസിൽ ശിക്ഷ കഴിഞ്ഞിട്ട്, അത് മതവൈരം കൊണ്ടാണ് ശിക്ഷിക്കുന്നത്. അയാൾ ഒരാളെ കൊല്ലുന്നത് മതവൈരത്തിന്റെ പേരിലാണ്. തിരിച്ചിറങ്ങി വന്നിട്ട് അയാൾ ഈ കുട്ടിയോടൊപ്പം നിൽക്കുമ്പോഴാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ എന്താണ് ഈ പൊന്നിൻ തലപ്പാവ് തട്ടി എറിയുന്ന ചെമ്പൻ പുലരി കണ്ട എന്ന് ചോദിക്കുന്ന തരത്തിൽ ആ ആഹ്വാനം ഉണ്ടാവുന്നത്. അങ്ങനെ ആർദ്രതയുടെയും വിപ്ലവ വീര്യത്തിന്റെയും കവിയായിരുന്നു. റോബ് എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി കവി അകത്ത് കയറിയിരിക്കുന്നു. അപ്പോ ആ കവിതയിൽ അങ്ങനെ എന്താണ് യേശു വഞ്ചിച്ചത് അവനെ വഞ്ചിച്ച് ഞാനാണ് ജൂഡാസ് പുഴുക്കളെ എന്നാണ് കവിത ആരംഭിക്കുന്നത്. ഒരു ജൂഡാസ് ജനിക്കുന്നു എന്നാണ് കവിതയുടെ പേര്. ആ കവിതയിൽ അങ്ങനെ ജൂഡാസ്, അതിനകത്ത് ആ സിനിമയിലെ രംഗമാണ്. കൽത്തുറുങ്കിൽ നിന്ന് ചങ്ങല പൊട്ടിച്ച് ജൂഡാസ് പുറത്തു വന്നിട്ട് എവിടെയാണ് യേശു എന്ന് അന്വേഷിക്കുകയാണ്. ചതിച്ചു അയാളെ, ഞാൻ വഞ്ചിച്ചു യേശുവിനെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ യേശുവിനെ ഈ ഇങ്ങനെ ഈ ശിക്ഷിച്ചു കൊണ്ടുപോകുന്നതുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയും, കൊച്ചു കുരുത്തോലയാൽ കൊടി തൂക്കിയും പച്ചിലക്കമ്പിനാൽ ചാമരം വീശിയും എല്ലാരും ഒന്നിച്ചെതിരേൽക്കുകയാണ് നല്ലവനാമ നസറേത്തുകാരനെ. വണ്ടി വലിപ്പവർ, ഒന്നുമില്ലാത്തവർ, തെണ്ടികൾ, ചന്തയിൽ വിൽക്കപ്പെടുന്നവർ, കൊച്ചു ഗുരുത്തോലയാൽ കൊടി തൂക്കിയും പച്ചിലക്കമ്പിനാൽ ചാമരം വീശിയും എല്ലാരും ഒന്നിച്ചെതിരേൽക്കുകയാണ് നല്ലവനാമ നസറേത്തുകാരനെ എന്ന് പറയും. എന്നിട്ട് ഈ ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തെ ഈ കാൽവരിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ദൃശ്യം കണ്ടിട്ട് കവി പറയുന്നു, വയ്യ ജീസസിന്റെ മാറിൽ ഇരുമ്പാണി വന്ന് കയറുന്ന രംഗങ്ങൾ കാണുവാൻ. സിനിമ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ഇറങ്ങുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ മുൾമുടിക്കാരെ ചവിട്ടുന്നു പള്ളികൾ. ഇന്നും പള്ളികൾ ചെയ്യുന്നത് ഈ മുൾമുടിക്കാരെ ചവിട്ടുകയാണ് ചെയ്യുന്നത് എന്ന് പറയാൻ ധീരത കാണിച്ച കവിയാണ്. ഈ കൊമ്പൻ തലപ്പാവ് തട്ടി എറിയുന്ന വമ്പൻ പുലരി കണ്ട എന്ന് ചോദിക്കുന്ന, നമ്മുടെ അമ്പിളിത്തെല്ലിനെ മുത്തുവാൻ മാനത്ത് പൊൻപണം തൂകിയവരെ. ഇസ്ലാം മത വിശ്വാസത്തിൽ അമ്പിളിത്തെല്ലിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനെ മുത്തുവാൻ പൊൻപണം തൂകുന്ന പണക്കാരുടെ കയ്യിൽ ഒരു മതം അമരുമ്പോ അവരുടെ കൊമ്പൻ തലപ്പാവ് തട്ടി എറിയുന്ന ചെമ്പൻ പുലരി കണ്ടാന്ന് ചോദിക്കുകയും ഇവിടെ മുൾമുടിക്കാരെ ചവിട്ടുന്നു പള്ളികൾ എന്ന് പറയുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. സന്യാസി എന്ന് പറയുന്ന കവിതയുണ്ട്. പ്രസംഗവേദിയിൽ എണീറ്റ് നിന്നു പ്രസിദ്ധനാമ സന്യാസി, കാവി ഉടുപ്പുകൾ അണിഞ്ഞുകൊണ്ടേ കൈകൾ കൂപ്പി സന്യാസി, തുടുത്ത കൈത്തണ്ടിന്മേൽ പറ്റിക്കിടന്ന വാച്ചൊരു നക്ഷത്രം, ചിരിച്ചിടുമ്പോൾ സ്വർണപ്പല്ലിൻ ചിനപ്പിനുണ്ടൊരു ചൈതന്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സന്യാസിയെ കുറിച്ച് പറഞ്ഞിട്ട് പറയും, 5 തെണ്ടികൾ മണ്ണിന് വേണ്ടിയിട്ട് അലഞ്ഞ ഭാരതവർഷത്തിൽ അവർക്കു വേണ്ടി സംസാരിപ്പാൻ അണഞ്ഞ ഗീതാകർത്താവെ, ഭവാന്റെ പേരിൽ കാവി ഉടുത്തി പരാന്ന ഭോജികൾ അലറുന്നു, അഞ്ചല്ലിവിടെ തെണ്ടികൾ നാട്ടിലൊരു 50,000 അലയുമ്പോൾ എന്ന് പറയാൻ ധീരത കാട്ടിയ കവിയാണ്. വയലാറിന്റെ കവിതകളൊന്നും നമ്മൾ അങ്ങനെ വായിക്കാൻ ധൈര്യപ്പെടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല, ഇപ്പൊ ഈ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിലുള്ള ആളുകൾ പോലും ഈ തരം കവിതകളൊക്കെ ഒരു പൊതുവേദിയിൽ വയലാർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ ധൈര്യപ്പെടുമോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം നമുക്ക് ഈ വോട്ടെന്ന് പറയുന്ന ഭയങ്കര ഒരു സംഭവം നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് തയ്യാറാവുമോ എന്ന് എനിക്ക് സംശയമാണ് കേട്ടോ. ഞാൻ വയലാറിനെ കുറിച്ച് നടത്തുന്ന ഒരനുസ്മരണങ്ങളിലും എവിടെയും ഞാൻ കേൾക്കുന്നില്ല ഇത്തരം വയലാർ നടത്തിയിട്ടുള്ള ഈ മതവിമർശനത്തിന്റെ, ഈ ജാതിക്കെതിരെ നടത്തിയിട്ടുള്ള വിമർശനത്തിന്റെ, ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള നടത്തുന്ന വിമർശനത്തിന്റെ കാര്യങ്ങൾ. ഒന്ന് കവിത വായിക്കാത്തത് കൊണ്ടും ആവാം കേട്ടോ. നമ്മൾ വയലാറിന്റെ ചലച്ചിത്ര ഗാനങ്ങളിൽ ആകണ്ഠം മുഴുകിയിരിക്കുന്നത് കൊണ്ട് ചിലപ്പോ കവിതകൾ വായിക്കാൻ വിട്ടുപോകുന്നത് കൊണ്ടും ആവാം. പക്ഷെ വയലാർ കവിതയിൽ ഇങ്ങനെ വലിയ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. പാട്ടുകളുടെ കാര്യത്തിലേക്ക് അദ്ദേഹത്തിന് ഏറ്റവും അധികം ബഹുമാനം ഉണ്ടായിരുന്ന എല്ലാറ്റിനെയും സ്നേഹിക്കുകയും അദ്ദേഹത്തിന് വിമർശിക്കാൻ കഴിയുന്ന സകലതിനെയും വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്റെ ഗാനങ്ങളിൽ കവിതയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ തല്ലും എന്ന് വയലാറിന് പറയാൻ വേണ്ട ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ ഗാനങ്ങളിൽ കവിതയില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? 12 വരിയിൽ എഴുതിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വലിയ സാരഗർഭമായിട്ടുള്ള കവിതകളാണ് പലതും. ഇപ്പൊ നമ്മള് കാളിദാസനെ കുറിച്ച് നമ്മൾ എത്രയോ കാലം ഏറ്റവും അധികം അദ്ദേഹം ആരാധിച്ചിരുന്ന ഒരാളാണ്. കാളിദാസനെ കുറിച്ച് അധികം എഴുതിയിട്ടില്ല. എന്തിനധികം എഴുതണം? ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു എന്ന് പറയുന്ന ഒരൊറ്റ പാട്ട് പോരെ? കാളിദാസന്റെ ആ പ്രണയ ജീവിതം ഇങ്ങനെ അനാവരണം ചെയ്യപ്പെട്ട് നമ്മളുടെ മുമ്പിൽ ഒരു 12 വരിയിൽ അതിങ്ങനെ അതിഗംഭീരമായിട്ട് നിൽക്കുന്ന നമുക്ക് കണ്ടൂടെ? ആർക്കെഴുതാൻ കഴിയും അങ്ങനെ? സാലപഞ്ചികകൾ കൈകളിൽ കുസുമ താലമേന്തി വരവേൽക്കും,
എന്തൊരു ആ പദങ്ങളെ ചേർക്കുന്നതിന്റെ ഒക്കെ അതൊക്കെ താനെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അതങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ വാക്ക് പോരാ എന്ന് വിചാരിച്ചിട്ട് കുറെ നാൾ അന്വേഷിച്ച് നടന്നിട്ട് ശബ്ദധാരാവലി പരതിയിട്ട് അവിടുന്ന് ഒരു വാക്കെടുത്ത് ഞാൻ ഇവിടെ വെക്കാമെന്ന് വിചാരിക്കുന്ന കവിയല്ല വയലാർ. സ്വാഭാവികമായിട്ട് ഉള്ളിൽ നിന്ന് വരികയാണ്. സ്വർണ്ണച്ചാമരം വീശി എത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടാണ്. ആ കവിതയുടെ ബാക്കി വരികൾ എഴുതുമ്പോൾ നമുക്കറിയാം, കവിത നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് നമുക്ക് മനസ്സിലാവും ഈ കവിതകളൊക്കെ അനായാസമായി അദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. വയലാർ എന്തുകൊണ്ടാണ് 50 കൊല്ലം കഴിഞ്ഞും ഇങ്ങനെ ചരമത്തിന് ശേഷം 50 കൊല്ലം കഴിഞ്ഞും എന്തുകൊണ്ട് ഓർമ്മിക്കപ്പെടുന്നു? കേരളത്തിൽ ഏറ്റവും അധികം അനുസ്മരണങ്ങൾ നടക്കുന്നത് വയലാറിന്റെ പേരിലാണ് കേട്ടോ. വയലാറിനെ ഇപ്പൊ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒറ്റയ്ക്ക് ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വയലാർ അവാർഡൊക്കെ ഉണ്ടെന്നൊക്കെ അല്ലാതെ വയലാറിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒറ്റയ്ക്ക് ഏറ്റെടുത്തിട്ട് ഈ ഞങ്ങളുടെ കവിയാണ് വയലാർ എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ പറയുന്നവരൊന്നും നമ്മൾ നേതാക്കന്മാരുടെ ഇടയിൽ കാണുന്നില്ല. വയലാറിന്റെ ഒരു വരിയെങ്കിലും ഉദ്ധരിക്കുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് വളരെ കാലമായി. പണ്ടൊക്കെ ധാരാളം കേൾക്കാമായിരുന്നു. വെളിയം ഭാർഗവൻ സാറൊക്കെ സംസാരിക്കുമ്പോൾ, സഖാവ് വെളിയം ഭാർഗവനൊക്കെ സംസാരിക്കുമ്പോൾ, അങ്ങനെ അതുപോലുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ വയലാറിനെ പലതവണ ഉദ്ധരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഉദ്ധരണികളൊന്നും ഞാനിപ്പോ കേൾക്കുന്നില്ല. ചിലപ്പോ മുല്ലക്കര രത്നാകരനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കാവ്യ താല്പര്യമുള്ള ആളുകൾ, ഇപ്പം നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണൻ രാഷ്ട്രീയ നേതാവായിട്ടല്ല അറിയപ്പെടുന്നെന്നാൽ പോലും അങ്ങനെ ചിലരൊക്കെ പറയുന്നെങ്കിൽ അല്ലാതെ നമ്മളുടെ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ വയലാർ ഉദ്ധരിക്കപ്പെടുന്നില്ല. പക്ഷേ ഈ നമ്മളുടെ നാട്ടിൽ എന്താണോ നമ്മളുടെ സാമൂഹിക വിപത്ത് എന്ന നിലയിൽ നമ്മളുടെ സാംസ്കാരിക ജീവിതത്തെ ജീർണമാക്കുന്നത് എന്താണോ അതിനെതിരെ എല്ലാ കാലവും ഉപയോഗിക്കാൻ വേണ്ട ശക്തി പകരുന്ന ആയുധങ്ങൾ, നമ്മളതിനെ അങ്ങനെ തന്നെ വിളിക്കാം. വയലാറിന്റെ കവിതകളെ നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം. അവ പോരാട്ടത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയുധങ്ങൾ തന്നെയായിരുന്നു. അല്ലാതെ വയലാറിന് അത് നമ്മളെ ആശ്വസിപ്പിക്കാനും സുഖിപ്പിക്കാനും എഴുതിയതായിരുന്നില്ല. ചങ്ങമ്പുഴയുടെ ശൈലി ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ ശൈലിയിൽ തന്നെ ഏറ്റവും നവീകരിക്കപ്പെട്ട ചങ്ങമ്പുഴ ശൈലിയായിരുന്നു. പിന്നെ വേറൊരു വലിയ പ്രത്യേകത വയലാറിൽ ഉണ്ടായിരുന്നത്, അദ്ദേഹം, ഞാനിതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നോട് അരമണിക്കൂർ സംസാരിക്കാനാണ് പറഞ്ഞത്, അതിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോ ഞാൻ ഇതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ വയലാർ എഴുതുന്ന ഒരു സമയം മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുകയും ഈ ഖഗോള ശാസ്ത്രത്തിൽ നമുക്ക് വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായി എന്ന് മനുഷ്യർക്ക് ബോധ്യം ഉണ്ടാവുകയും ചെയ്ത ഒരു കാലമായിരുന്നു. ഇപ്പൊ നമുക്ക് അത്ര വിശ്വാസമില്ല കേട്ടോ. ഇപ്പൊ ISRO ചെയർമാൻ വരെ നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധമില്ല എന്ന് നമുക്ക് അത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതല്ലാതെ അദ്ദേഹത്തിന് കുഴപ്പമില്ല. അത് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ വലിയ വ്യാപ്തിയെക്കുറിച്ച്, അതിന്റെ വികാസത്തെക്കുറിച്ച്, അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പല സിദ്ധാന്തങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി വിവേകപൂർണമായ വിശ്വാസമുള്ള ഒരു കാലമാണ്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ശാസ്ത്രം വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ആത്യന്തികമായ ഉത്തരം ശാസ്ത്രത്തിലുണ്ട് എന്ന് തോന്നിയിരുന്ന ഒരു കാലത്ത് അതിനെ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത ആളാണ് വയലാർ. അതുകൊണ്ടാണ് ഗോളങ്ങൾ എടുത്ത് ഞാൻ പന്തടിക്കും എന്നൊക്കെ പറയുന്നത്. ഗോളങ്ങൾ എടുത്ത് ചക്രവാളത്തിന്റെ മതിൽക്കെട്ടിൽ കൈകുപ്പി നിന്ന് ഞാൻ മുറുക്കി തുപ്പും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത്. അത്തരം മനുഷ്യന്റെ അദൃശ്യതയിൽ ദൈവം വീട്ടിൽ വന്നിരുന്നതിനെ കുറിച്ചൊരു കവിതയുണ്ടല്ലോ. ദൈവം രാവിലെ വീട്ടിൽ വരുന്നു ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ. അപ്പൊ ഒരു വയസ്സനായിട്ടുള്ള ഒരാൾ വരുന്നു. അയാൾ പറയുന്നു, ഞാനാണ് ദൈവം, ഞാനാണ് നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചത്. അപ്പോ ഇവിടെ കുറച്ച് പണിക്കൊക്കെ ആളെ ആവശ്യമുണ്ട്, നിൽക്കുന്നെങ്കിൽ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് കവി പറഞ്ഞപ്പോ പോകുന്നു. അമ്മ വന്ന് ചോദിക്കുന്നു, ആരാണ്? അമ്മേ, അത് ദൈവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയുന്ന കവിതയുണ്ട്. ദൈവത്തോട് അങ്ങനെ സംസാരിക്കുന്ന കവിതയുണ്ട്. അപ്പൊ ഈ നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള ഈശ്വരൻ എന്ന വിശ്വാസമോ ദൈവം എന്ന വിശ്വാസമോ ഒക്കെ അപ്രസക്തമായി ശാസ്ത്രം അതിന് പകരം വെക്കാവുന്ന തരത്തിൽ അതിനൊരു അദൃശ്യതയുണ്ട് എന്ന് തോന്നിയിരുന്ന കാലത്താണ് വയലാർ അത്തരത്തിലുള്ള കവിതകൾ, എനിക്ക് മരണമില്ല എന്ന് തുടങ്ങിയ കവിതകൾ എഴുതുന്നത്. ശാസ്ത്രത്തിലുള്ള അമിതമായ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മനുഷ്യൻ എന്ന പദത്തെക്കുറിച്ച് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. മനുഷ്യനിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ മനുഷ്യരിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ പിൽക്കാലത്ത് മനുഷ്യർ ഇപ്പൊ നമ്മളുടെ ജീവിതത്തിലെ ശാസ്ത്ര പുരോഗതിയുടെ, ലോകത്തിന്റെ മുഴുവൻ ശാസ്ത്ര പുരോഗതിയുടെ വലിയൊരു പങ്ക് നമ്മൾ ആയുധം ഉണ്ടാക്കാനാണ് വിനിയോഗിക്കുന്നത്. ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ളത് ഉണ്ടാക്കി സൂക്ഷിക്കാനും അത് പറ്റുമെങ്കിൽ അയൽക്കാരനെതിരെ ഉപയോഗിക്കാനും വേണ്ടിയിട്ട് സജ്ജമായിരിക്കുകയാണ് ലോകത്തെ മിക്ക രാജ്യങ്ങളും. ഏറ്റവും സജീവമായ യുദ്ധം നടക്കുന്ന 2-3 പ്രദേശങ്ങളെങ്കിലും ഇപ്പോൾ നമ്മളുടെ ലോകത്തുണ്ട്. അനേകം പേർ അഭയാർത്ഥികളാകുന്നു, അനേകം പേർക്ക് കൂര നഷ്ടപ്പെടുന്നു. പക്ഷേ വയലാറിന് എങ്ങനെയായിരുന്നില്ല. വയലാർ കരുതിയിരുന്നത് മനുഷ്യൻ ഒരു ഒരു വലിയ സത്തയായി നിലനിന്നിട്ട് ഈ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ നായകത്വം നേടുമെന്നും മനുഷ്യൻ അങ്ങനെ മുമ്പോട്ട് പോകുമെന്നാണ് വിചാരിച്ചിരുന്നത്. വയലാർ ശുഭാപ്തി വിശ്വാസത്തിന്റെ കവിയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡിപ്രഷൻ ഉണ്ടാവുമെങ്കിൽ വയലാറിന്റെ കവിത എടുത്ത് വായിച്ചാൽ മതി.
ഞാൻ ഡോക്ടർമാരുടെ ഒരു സംഘമാണ്, പക്ഷെ ഡോക്ടർമാരെ കാണേണ്ടി വരില്ല. നിങ്ങൾ വയലാറിനെ വായിക്കുകയും കുമാരനാശാനെ വായിക്കുകയും ചെയ്താൽ മിക്ക ഡിപ്രഷനും മാറിക്കിട്ടും കേട്ടോ. അർത്ഥം മനസ്സിലാക്കി വായിക്കേണ്ടി വരുമെന്ന് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നമ്മളുടെ കയ്യിൽ ഇപ്പൊ ഇല്ലാത്തത് അർത്ഥമാണ്. നമ്മളുടെ ഈ ധാരാളം പദങ്ങളുണ്ട്, പക്ഷെ നമ്മളുടെ കയ്യിൽ അതിന്റെ അർത്ഥമില്ല. അത് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ട ഒരു സന്നാഹങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് കുറേശ്ശെയായിട്ട് ചോർന്നുപോയി. നമ്മളുടെ ഭാഷയിൽ അങ്ങനെ നമ്മൾക്ക് ഭാഷ കൈവശം ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ആ ഭാഷ വേണ്ടും വിധത്തിൽ ഉപയോഗിക്കാൻ വേണ്ട, അർത്ഥശങ്കയില്ലാതെ ഉപയോഗിക്കാൻ വേണ്ട ഒരു ശേഷി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല. പക്ഷെ വയലാർ ഈ തരത്തിലെല്ലാം നമ്മളോടൊപ്പം എല്ലാ കാലത്തും നിലനിൽക്കുന്ന വിധത്തിൽ വയലാർ ഉണ്ടാവും കേട്ടോ. ഈ പ്രതീക്ഷ അസ്തമിക്കാത്തിടത്തോളം മനുഷ്യൻ എല്ലാ കാലത്തും നന്മയിലേക്കും ജീവിതത്തിലേക്കും സ്നേഹത്തിലേക്കും സഞ്ചരിക്കാം എന്ന് പ്രതീക്ഷ ഉള്ളിടത്തോളം കാലം ഈ കവി എഴുതിയത് ശരിയാണ്, അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. എനിക്ക് മരണമില്ല. ONV സാർ എഴുതിയിട്ടുണ്ടല്ലോ, അമർത്യത കടക്കണ്ണാൽ നിന്നെ എന്നേ വരിച്ചുപോയി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് വയലാറിനെ കുറിച്ച് എഴുതുമ്പോൾ. അമർത്യത കടക്കണ്ണാൽ നിന്നെ എന്നേ വരിച്ചുപോയി, മരണമില്ലായ്മ നിന്നെ കടക്കണ്ണുകൊണ്ട് എന്നേ വരിച്ചുപോയി, സ്വീകരിച്ചുപോയി, അതുകൊണ്ട് നിനക്ക് മരണമില്ല എന്ന് മറ്റൊരർത്ഥത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പൊ ഈ അനുസ്മരണ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുകയും, അപ്പൊ അതിൽ എനിക്കാണെങ്കിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അത് അങ്ങനെ പറയാനുള്ള ഒരു സ്ഥലമല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നതൊക്കെ പറയാൻ സാധിക്കില്ലല്ലോ, ആഗ്രഹിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പൊ അതിൽ ആഗ്രഹിക്കുന്നതെല്ലാം പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പ്രാഥമികമായി വയലാറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ കാലത്തും ഒരു പ്രചോദനമായ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇനി മലയാളത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ. ഇനി മലയാളത്തിൽ ആരെങ്കിലും വയലാറിനെ പോലെ, പി ഭാസ്കരനെ പോലെ, ONV പോലെ പാട്ടെഴുതുമോ എന്ന് ചോദിച്ചാൽ ഒരു മുദ്രപത്രം വാങ്ങി തന്നാൽ ഞാൻ എഴുതിത്തരാം. ഇനി ഒരിക്കലും അങ്ങനെ എഴുതില്ല എന്ന് ധൈര്യമായിട്ട് എഴുതിത്തരാം. ഇനി ഒരിക്കലും എഴുതില്ല. കാരണം അത് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇനിയില്ല. അതുകൊണ്ടുകൂടിയാണ് കേട്ടോ. അത് എഴുതാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളാണ് എന്നുള്ളത് കൊണ്ടല്ല. അത്തരം ഗാനങ്ങൾ ഡിസേർവ് ചെയ്യുന്ന സമൂഹം ഇനി ഉണ്ടായി വരാൻ പ്രയാസമാണ്. അത് ആ കാലത്ത് അത് ഡിസേർവ് ചെയ്യുന്ന, അത് അർഹിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിലേക്കാണ് ആ പാട്ടുകൾ വന്നത്. അതുകൊണ്ടാണ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ മുതൽ ഏറ്റവും പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ വരെ ഈ ഗാനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചത്. അത് സ്വീകരിക്കാൻ വേണ്ട രസമുകുളങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ രസമുകുളങ്ങൾ കുറേശ്ശെയായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയത്ത് കവിത ആസ്വദിക്കാൻ കഴിയുന്ന, കവിതയിലെ തന്നെ കാൽപ്പനികത ആസ്വദിക്കാൻ കഴിയുന്ന രസമുകുളങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നതുകൊണ്ട് ചില ആശങ്കകളൊക്കെ നിലവിലുണ്ടെങ്കിലും വയലാറിന്റെ കവിതകൾ ഉറക്കെ പാടി എല്ലാ കുഞ്ഞുങ്ങളെയും കേൾപ്പിക്കേണ്ടതാണ്. കേൾപ്പിച്ചാൽ അവരിൽ നിന്ന് അപ്രത്യക്ഷമായി പോകാതെ. ഞാനിവിടെ ഈ പറഞ്ഞ കവിതകളിൽ പലതും ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ കേട്ട് പഠിച്ചതാണ് കേട്ടോ. അതൊന്നും ഞാൻ ഇന്നിപ്പോ എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഇതൊന്ന് എടുത്ത് നോക്കാൻ പറ്റിയത്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു 5 മണിക്ക് ശേഷമാണ് ഞാൻ വയലാറിന്റെ കൃതികൾ എടുത്തിട്ട് വെറുതെ ഒന്ന് മറിച്ചു നോക്കാൻ പറ്റിയത്. അപ്പോഴത്തേക്ക് വേറെ കുറച്ച് ഫോൺ കോളുകളും തിരക്കുകളും ഒക്കെ വന്നിട്ട് പിന്നെയും അത് നോക്കാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെയൊന്നും നോക്കിയില്ലെങ്കിൽ ഇത്രയൊക്കെ പറയാൻ വയലാറ് എന്നിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ, ഇതിലും അധികം സംസാരിക്കാൻ വേണ്ട കാര്യങ്ങൾ അദ്ദേഹം എന്നിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിലേക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ തലമുറയിൽപ്പെട്ട അനേകരിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അനശ്വരമായ ഒരു സ്മരണയ്ക്ക് മുന്നിൽ വിനീതമായി ആദരാഞ്ജലി അർപ്പിച്ച് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി സാർ, അങ്ങ് വളരെ ആഴത്തിൽ സംസാരിക്കുകയുണ്ടായി. അങ്ങ് പറയാനുണ്ടല്ലോ, കാലമാണ് എല്ലാം തീരുമാനം. തീർച്ചയായിട്ടും ഷേക്സ്പിയർ പറഞ്ഞ കാലം, ഓരോ കാലത്തിന്റെയും സൃഷ്ടികളാണ് നമ്മളെല്ലാവരും തന്നെ. അതുപോലെ തന്നെ അർത്ഥത്തെക്കുറിച്ച് പറയാനുണ്ടായി. അപ്പൊ ഞാൻ ഈ വിപ്രലംബ ശൃംഗാരം എന്താണെന്ന് നോക്കുന്ന ഒരു പിടിയും കിട്ടിയില്ല. അപ്പോ ഈ BC ബാലകൃഷ്ണ ശബ്ദസാഗരം അതിനകത്ത് അരിച്ച് പറഞ്ഞിട്ട് കിട്ടിയില്ല. അവസാനം ശ്രീകുമാർ മോഹത്തല സാർ എന്താണ് വിപ്രലംബ ശൃംഗാരം എന്ന് പറഞ്ഞത്. അപ്പൊ അത്രത്തോളം അറിവുള്ള ഒരു വ്യക്തിയാണ് ശ്രീകുമാർ സാറ്. അങ്ങ് വളരെ ഭംഗിയായിട്ട് സംസാരിക്കുകയുണ്ടായി. നമുക്ക് ഇതിന്റെ ഭാഗം 2 തീർച്ചയായിട്ടും വെക്കണം. അന്ന് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് വയലാർ രാമവർമ്മയുടെ മകനായ ശരചന്ദ്ര വർമ്മയെ കൂടെ ക്ഷണിക്കാൻ കഴിയുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി നമ്മുടെ ഇതിനകത്തുള്ള പാർട്ടിസിപ്പൻസിന്റെ സമയമാണ്. ദയവായിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാം. പിന്നെ എന്തായാലും നമുക്ക് ഒരു അനശ്വരനായ ഒരു ഗായകനെ കൂടി പരിചയപ്പെടാൻ കഴിയുന്നത് ബിജു പെരുമ്പുഴ സാർ. വളരെ അപാരമായിട്ട് പാടി, പറയാൻ നിവൃത്തിയില്ല. ആ പാട്ടിന്റെ എല്ലാം ഭാവം അത് ഉൾക്കൊണ്ടെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ഒരു ഇൻബോൺ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സംഗീത സംവിധാനം കൂടി ഉണ്ട്. എനിക്ക് ആ പാട്ട് കേട്ടോ മനസ്സിലായി. സാർ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, വയലാറിന്റെ ഏറ്റവും അങ്ങയുടെ ഹൃദയത്തിൽ തട്ടിയ ഒരു പാട്ട് പാടാമോ? ഒരാഗ്രഹോട് ചോദിക്കുന്നതാണ്. അൺമ്യൂട്ട് ചെയ്യാമോ? ശ്രീകുമാർ സാർ, അല്ല ബിജു സാർ. അതെ, ബിജു.
പെട്ടെന്ന് പറയുമ്പോ സാമ്യമകന്നൂരുദ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നൂരുദ്യാനമേ മഞ്ജുതരയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ചകുടീരങ്ങളിൽ ലാവണ്യമതികൾ ലാളിച്ചു വളർത്തും രോമഹർഷങ്ങളെ നിങ്ങൾ പൂവിടർത്തിയ സരോവരത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നൂരുദ്യാനമേ. അതെ, ആ ഒരു വാക്ക് തന്നെ വാക്കുകൾ സൃഷ്ടിക്കാനുള്ള വയലാറിന്റെ കഴിവാണ്. അതെ, അതെ. സാമ്യമകന്ന ഒരു ഉദ്യാനം എന്ന് പറയുമ്പോ അത് ഉണ്ണായി വാര്യരുടെ കഥകൾ പദങ്ങൾ അത് ഇപ്പം നളചരിതത്തിൽ നിന്നാണ്. ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ ഈ കുമാരനാശാനെയും കാളിദാസനെയും ഒക്കെ വയലാർ എടുത്ത് അതുപോലെ തന്നെ ഇത് വന്നിട്ടുണ്ട്. കുമാരനാശാന്റെ കവിതകളെ പറ്റിയും ഒക്കെ അങ്ങനെ പുള്ളി അവരൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവരൊക്കെ വയലാറിന്റെ കവിത ഗാനങ്ങളിൽ വന്നിട്ടുണ്ട്. കുമാരനാശാനെ പറ്റി വീണപൂവെന്ന് തന്നെ പാട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല്ലനയാറിൻ തീരത്ത്. അപ്പൊ അവരെല്ലാം ഇഷ്ടപ്പെട്ട കവികളെ എല്ലാം അദ്ദേഹം സാർ പറഞ്ഞാൽ ഉജ്ജയിനിയിൽ ഒരൊറ്റ പാട്ടുകൊണ്ട് ഈ അത്രയും കൃതികളും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇപ്പൊ വള്ളത്തോളിന്റെ ഒരു കവിതയിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടുണ്ട്. ആരെയും വെണ്ണ തോൽക്കാനും കവിത ഞാൻ മറന്നുപോയി. അറിയാമോ? വെണ്ണ തോൽക്കുമ്പോഴല്ലോ അതൊരു ശ്ലോക ശ്ലോകമാണ്. ആരയിൽ ഒറ്റ മുന്നെടുത്താമരും എന്നുള്ളത്. അപ്പൊ അതിനകത്ത് വള്ളത്തോളിന്റെ 4 വരികളിൽ നിന്ന് വയലാർ 2 മനോഹരമായ ഗാനങ്ങൾ. ഒന്ന് വെണ്ണ തോൽക്കുമ്പോഴലോടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണേ അണിവൈര കമ്മലിട്ട പെണ്ണേ ആടിവാ തുള്ളിയോടിവാ ആടിമാസ പുലരി പെണ്ണേ. അപ്പൊ ആ വള്ളത്തോളം 4 വരികളിൽ നിന്ന് അദ്ദേഹം രണ്ട് മനോഹരമായ പാട്ടുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതൊക്കെ എങ്ങനെ എഴുതുന്നു നമ്മൾ പിന്നെ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഒരിക്കലും മനസ്സിലാവാത്തത്. ഒരുതരം മാന്ത്രികത്വം ഉണ്ടെന്ന് പറയേണ്ടി വരും. പറഞ്ഞ പോലെ അതാണ്, ഒന്നും പറയാൻ പറ്റില്ല. പറയുമ്പോഴത്തേക്ക് അതുപോലെ ONV കഴിവുണ്ടല്ലേ, സലജമാരെ തിരയുന്നു പറഞ്ഞുകൊണ്ട് സരോവരം പൂജ വാക്ക് ONV സാറൊക്കെ ഇവരൊക്കെ ഒരു സ്കൂളിൽ പെടുന്ന ആളുകളാണല്ലോ. അതെ. പിന്നെ പറഞ്ഞ പോലെ ONV സാറൊക്കെ വളരെ വളരെ ആർദ്രമായ ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു എന്ന് പ്രണയിനിയെ പറ്റി വളരെ ആർദ്രമായിട്ട് ലോലമായിട്ട് പറയുമ്പോൾ വയലാർ പറയുന്ന ചാരുലതേ നിന്നെല്ലാം എനിക്കു തരൂ. അപ്പൊ അങ്ങനെയുള്ള പ്രണയമാണ് അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ വരുന്നത്. റംസാനിലെ ചന്ദ്രികയാണെങ്കിലും നിൻ മാദക ഗന്ധം നുകർന്നു കിടക്കാൻ അനുവദിക്കൂ എന്നൊക്കെ പാടുന്ന ആ ഒരു വളരെ ഇപ്പം ശ്രീമാർ സാർ പറഞ്ഞല്ലേ, വാക്കുകൾ ഇങ്ങനെ വരികയാണ്, അല്ലാതെ ആലോചിച്ചെടുത്ത് എഴുതല്ല. അതാണ്. അല്ല, ഈ നേരത്തെ സാറ് ചോദിച്ചില്ലേ വിപ്രലംബ ശൃംഗാരം, ONV സാറിൻ്റെത് വിപ്രലംബ ശൃംഗാരവും വയലാറിൻ്റെത് സംഭോഗ ശൃംഗാരവുമാണ്. അതാണ് വ്യത്യാസം. വയലാർ പ്രണയം കുറച്ചുകൂടെ ശാരീരികമാണ്. ONV സാറിൽ അത് വളരെ അടക്കി വെച്ചേ. ഞാനെപ്പോഴും ONV സാറിനെ പറ്റി പറയും, സാറിലെ അധ്യാപകനാണ് സാറിനെ നിയന്ത്രിച്ചിരുന്നത്, സാറിനെ കവിയല്ല നിയന്ത്രിച്ചത്. സാർ ഈ പാട്ട് എഴുതുമ്പോഴെല്ലാം സാർ വിചാരിക്കുന്നത് എന്റെ പിള്ളേര് വായിച്ചാൽ എന്ത് ചെയ്യും. അപ്പൊ അതുകൊണ്ട് സാർ അതിനെ അമർത്തിയിട്ടുണ്ട്. തഴുകാതെ ഞാൻ നോക്കി നിന്നു എന്നൊക്കെയാണ് അദ്ദേഹം. എല്ലാം അങ്ങനെയാണ്. എന്തായാലും നമുക്ക് വയലാറിന്റെ ഗാനങ്ങൾ കോർത്തിണക്കൊണ്ടൊരു പരിപാടി ഗാനാഞ്ജലി വെക്കണം. ബിജു സാർ അതിനകത്ത് പങ്കെടുക്കണം. തീർച്ചയായിട്ടും അധികം വൈകാതെ നമുക്ക് തയ്യാറാക്കാം. സന്തോഷം തന്നെ. തീർച്ചയായിട്ടും. അതിനപ്പുറം ഈ പറഞ്ഞ സന്തോഷമുള്ള ഏറ്റവും വലുത്. അപ്പൊ ഈ പറഞ്ഞ എൻഡോർഫിനും സെറട്ടോണിനൊക്കെ ബ്രെയിൻ ഒരുപാട് ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഉണ്ടാകട്ടെ. സലീംകുമാർ ഡോക്ടറെ എന്ത് പറയുന്നു? സലീംകുമാർ ഡോക്ടറെ, വിജയകുമാർ ഡോക്ടറുണ്ട്. സലീംകുമാർ ഡോക്ടറെ
ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്ന ദയവായിട്ട് രണ്ടു ബാക്കിയുണ്ട്. എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടെങ്കിൽ പങ്കുവെക്കാം. ഹാൻഡ് റൈസ് ചെയ്യുക. സാറേ പറഞ്ഞ പോലെ കൃഷ്ണനെ തല്ലി കുചേലൻ അത് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ച ഒരു കാര്യമാണ്. ദാരിദ്ര്യം ഒരു വശത്ത് ഇത് പറയുമ്പോൾ ചെമ്മൻ ചാക്കോയുടെ ഒരു കവിതയാണ് ഓർമ്മ വരുന്നു. അതായത് ഒരാൾ മരിച്ചു കിടക്കുകയാണ്, ഗൃഹനാഥൻ മരിച്ചു കിടക്കുകയാണ്. അപ്പൊ ആൾക്കാരെ കൂടെ ഓടി വന്ന് കൂടി, എന്നിട്ട് പറയുകയാണ് വായിക്കേണ്ടി ഇടാൻ അരി കൊണ്ടുവരിക എന്ന് പറയാം. അപ്പൊ ഈ ഭാര്യ ചോദിക്കും, അത് ഉണ്ടായിരുന്ന അങ്ങൊരു ചാവൂലായിരുന്നു. സാമൂഹിക യാഥാർത്ഥ്യം വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ കവികൾക്കുണ്ട്. മാത്രമല്ല ഈ ചെമ്മനം ചാക്കോ ഒരിക്കൽ AG's ഓഫീസിന് ഒരു കവിത എഴുതിയിരുന്നു. ആളില്ലാ കസേര വയ്യനിക്ക് AG's ഓഫീസ് കയറുവാൻ ഭഗവാന്, എന്റെ പേര് നാരായണൻ ഭണ്ഡാരത്തിൽ താമസം വൈക്കത്തിന് തെക്കുള്ള ഒരു ഊരിൽ നിന്ന് പറഞ്ഞ കവിത എഴുതി അവസാനം അത് AG എന്ന ജെയിംസ് ജോസഫ്, നമ്മുടെ ബേബി ജോസഫ് വരുവാൻ അത് ശ്രദ്ധയെടുക്കുകയും നോട്ടീസ് സർക്കുലർ കൊടുക്കുകയും AG's ഓഫീസ് കുറെ കാലം ഭംഗിയായിട്ട് പോവുകയും ചെയ്യും. അപ്പൊ കവികൾക്ക് ചലനം എന്ന് പറയുന്നത് നിസ്സാരമല്ല, അത് കാലാതിവർത്തിയായിട്ട് പോകും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 50-ാം വർഷത്തിൽ നമ്മൾ എപ്പോഴും വയലാർ രാമവർമ്മയെ അനുസ്മരിക്കുന്നത്. അപ്പൊ നമുക്ക് പരിപാടി അവസാന സമയമായിരുന്നു. മറിയാം ഡോക്ടറെ. ഓക്കെ. ഹലോ. സലിമ ഡോക്ടറെ പറയൂ ഡോക്ടർ, എന്തെങ്കിലും ഉണ്ടോ? ഈ ചെമ്മനം ചാക്കോ എനിക്കൊരു കവിതയുണ്ട്, വാഴ്ത്തപ്പെട്ടവളെന്ന് പറഞ്ഞിട്ട്. കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിലത് ആ കവിതയുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കന്യാസ്ത്രീ കോൺവെന്റിനകത്ത് വെച്ച് പാട്ട് കേൾക്കുന്നതാണ്. അതായത് ആദ്യത്തെ പാട്ട് അവര് പെരിയാറെ പെരിയാറെ എന്നുള്ള പാട്ട് കേൾക്കുന്നു. വയലാറിന്റെ പാട്ടുകൾ മാത്രമാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ കന്യാസ്ത്രീ ചെറുപ്പത്തില് അവരുടെ ബാല്യകാലങ്ങള്, അന്ന് 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 തനിക്ക് പ്രേമം ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അങ്ങനെ പ്രിയതമ പ്രിയതമ എന്നുള്ള പാട്ട് പിന്നീട് വരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങനെ ആ രീതിയിലാണ് ലൈൻ പോണത്. മനുഷ്യൻ മതങ്ങൾ സൃഷ്ടിച്ചു. അപ്പൊ താൻ ഈ ഇതിനകത്ത് പെട്ടുപോയത് ഈ ചുറ്റുമി കാണുന്ന വൻമതിൽ കാലത്തിൽ മുറ്റിത്തിളച്ച മതാന്തതയല്ലേ എന്നൊക്കെ ഒരു കോൺവെന്റിനെ കുറിച്ച് പറയുന്നു. ഏറ്റവും അവസാനം അവര് ഇതിലൊക്കെ കുറ്റബോധം തോന്നിട്ട് വയറ്റത്ത് വെച്ചിട്ട് എന്താണ് ആ ഒരു നിന്റെ ഉദരഫലമായ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവളാവുന്നു, നിന്റെ ഉദരഫലമായ, അങ്ങനെ അവസാനിപ്പിക്കുന്നത്. അത് വളരെ ടച്ചിങ് ആയിട്ട് ചെമ്മനം ചാക്കോ ഒരിക്കൽ ഇവിടെ ഇടപ്പള്ളിയില് ചങ്കമ്പുഴ ഇതില് വന്ന് പാടി ഓർക്കുന്നുണ്ട്. പിന്നീട് ഞാനത് പിടിച്ചത് ആ കവിത കിട്ടിയിരുന്നു. ഇത് ഇങ്ങനെ ഒരു കവിത, വയലാർ കവിത ഒരാളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു ഉദാഹരണം പോലെ ഉള്ളതാണ്. ഓക്കെ ഡോക്ടറെ, നമുക്ക് പരിപാടി നന്ദി പറയാം ഡോക്ടറെ. IFPH നടത്തിയ മഹാനായ വയലാർ രാമവർമ്മയുടെ അനുസ്മരണ പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും കവിയുടെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായി ശക്തമായി ഗാനങ്ങളുടെ പ്രതികരിക്കുന്ന കാര്യത്തെക്കുറിച്ചും, അതുപോലെ ചലച്ചിത്രത്തിലെ 90% പ്രണയഗാനങ്ങളിൽ തീവ്രമായ പ്രണയഗാനങ്ങൾ രചിച്ചിട്ടുള്ളതിനെ കുറിച്ചും, അതുപോലെ ഇന്ന് കേൾക്കുന്ന ഭക്തിഗാനങ്ങളിൽ മഹാനായ വയലാർ രചിച്ചിട്ടുള്ളതാണെന്നും എല്ലാം നമുക്ക് അറിയിക്കുകയും IFPHന് വേണ്ടി കവിയുടെ ഗാനം ആലപിക്കുകയും ചെയ്ത ഗായകനും സാംസ്കാരിക പ്രവർത്തകനും ഇപ്റ്റ യുവകലാ സാംസ്കാരിക സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റും G. ദേവരാജൻ ഭക്തിഗാഥ എന്ന സംഘടനയുടെ ഭരണസമിതി അംഗവും കൂടിയായ ശക്തിഗാഥ എന്ന സംഘടനയുടെ ഭരണസമിതി അംഗവും കൂടിയായ ശ്രീ ബിജു പെരുമ്പുഴ സാറിന് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. വയലാർ അനുസ്മരണ പ്രഭാഷണം നടത്തുകയും തന്റെ 10-ാം വയസ്സിൽ വയലാറിന്റെ നിര്യാണത്തിൽ നാടിനുണ്ടായ ഖേദത്തെക്കുറിച്ച് അനുസ്മരിക്കുകയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ അടുത്ത് കാണുന്ന ഒരു കവിയായും സകലത്തിലും കവിതയെ കൂടി മറുപടി പറയുന്ന ഒരു കവിയായും ശുഭാപ്തി വിശ്വാസത്തിന്റെ കവിയായും ആർദ്രതയുടെയും വിപ്ലവ വീര്യത്തിന്റെയും കവിയായും വയലാറിനെ വിശേഷിപ്പിക്കുകയും ചെയ്ത
തിരുവനന്തപുരം ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ശ്രീകുമാർ മുഖത്തല സാറിന് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ സ്വാഗതം ആശംസിച്ച ശ്രീ ഷാലു രാജനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ ഈശ്വരഗാനം ആലപിച്ച മിസ് ആര്യ ARനെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഈ പ്രത്യേക പരിപാടിയുടെ മോഡറേറ്ററായ മനോജ് ഡോക്ടർക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPHന്റെ എല്ലാ ഭാരവാഹികൾക്കും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും ആയിരം നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശ്വരന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അറിയാമോ ഡോക്ടർ, ഒരു നിരൂപണത്തിനുള്ള കഴിവുകളുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്കാരം.